Hello മക്കളെ, welcome to the class. എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? എല്ലാ മക്കൾക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ മക്കളെ? കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു thumbs up അടിച്ചേ, ഒരു ഹാർട്ട് അടിച്ചേടാ മക്കളെ. Am I audible and visible? എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു thumbs up അടിക്കൂ മക്കളെ. ഒരു ഹാർട്ട് അടിച്ചേടാ മക്കളെ. ഗുഡ് ഈവനിങ് അനസ്. എല്ലാവർക്കും സ്വാഗതം, ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. I hope all of you guys are staying healthy, happy, motivated, blessed and fearless. ഈ 5 കാര്യങ്ങളും ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടോ ഒരു തംസപ്പോ അടിച്ചേടാ മക്കളെ. യെസ്, അണ്ണൻ വന്നിട്ടേടാ, തിരുമ്പി വന്നിട്ടേ. ഓക്കെ, ഗുഡ് ഈവനിങ് മൈ ഡിയർ ചാമ്പ്യൻസ്. എൻ്റെ എല്ലാ പൊന്നു മക്കൾക്കും എൻ്റെ എല്ലാ ചാമ്പ്യൻസിനും സ്വാഗതം. പ്രിപ്പറേഷനൊക്കെ തകൃതിയിൽ പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം, ടെൻഷനൊന്നും വേണ്ട. കാര്യം നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ തന്നെ പോട്ടെ, അതങ്ങനെ തന്നെ പോകണം. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം കാണാനായിട്ട്. ഓക്കെ, വെള്ളം കണ്ടിട്ടേ നമ്മൾ പോകുള്ളൂ. ഓക്കെ, നമ്മൾ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങളിൽ വേണം. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കാണണം. എന്താണ് ലക്ഷ്യം? ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനൊരർത്ഥമുണ്ട്, അതിനൊരു കാരണമുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എ സ്ട്രോങ് റീസൺ. ഈ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് ഒരു നല്ല കോളേജിൻ്റെ പേര്. ഒരു IIT, ഒരു NIT, ഒരു ബിറ്റ്സ് പിലാനി എന്നുള്ള പേര് നിങ്ങളുടെ പേരിൻ്റെ തുമ്പത്തുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു യുവർ ലൈഫ്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണല്ലോ മക്കളെ? നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. കാര്യം ഇത് കണക്റ്റഡ് ആയിട്ടാണ്. ഇതിനും വലിയൊരു ചാപ്റ്റർ ഉണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നിങ്ങൾക്കറിയാം, ദേ ആർ കണക്റ്റഡ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ, അത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. D&F ബ്ലോക്ക് എലമെൻറ്റ്സ്, P ബ്ലോക്ക് എലമെൻറ്റ്സ്, അങ്ങനെ ഏത് ഇനോർഗാനിക് കെമിസ്ട്രി എടുത്താലും, ഇനോർഗാനിക് കെമിസ്ട്രി മെയിൻ ചാപ്റ്റേഴ്സ് എടുത്താലും NCERT ലൈൻ ബൈ ലൈൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ലൈൻ ബൈ ലൈൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഈ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കിയാൽ NCERTയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ലൈൻസിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുക. ഏതൊക്കെ ലൈൻസാണ് ഇമ്പോർട്ടൻ്റ് എന്ന് സാറ് സ്ട്രെസ് ചെയ്ത് തരാം. NCERTയിലെ സ്നിപ്പറ്റ് എടുത്ത് നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഫോളോ ദ ക്ലാസ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് തുടങ്ങാൻ പോവുകയാണ്. D&F ബ്ലോക്ക് എലമെൻറ്റ്സ്. എല്ലാവരും നോക്കിക്കേ മക്കളെ, പീരിയോഡിക് ടേബിളിൽ, ഹലോ മക്കളെ, പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ D ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, there are 4 series of the transition metals. D ബ്ലോക്ക് എലമെൻറ്റ്സിനെ ജനറലി ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, എക്സെപ്റ്റ് ഫോർ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്യൂറി. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ നമുക്കറിയാം D ബ്ലോക്ക് എലമെൻറ്റ്സ് ബേസിക്കലി 4 സീരീസ് ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ സീരീസ്? 3D സീരീസ്. 3D സീരീസ് എന്ന് പറയുമ്പോൾ സ്കാൻഡിയം ടു സിങ്ക് അല്ലേ? 3D സീരീസ് എന്ന് പറയുമ്പോൾ സ്കാൻഡിയം ടു സിങ്ക്. 4D സീരീസ് എന്ന് പറയുമ്പോൾ ഇട്രിയം ടു കാഡ്മിയം. 5D സീരീസ് എന്ന് പറയുമ്പോൾ ലാന്തനം ഉണ്ട്. ഓക്കെ, ലാന്തനം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ലാന്തനോയിഡ്സിലേക്ക് പോകും. ലാന്തനോയിഡ്സ് 5D സീരീസിൽ പെടുന്നില്ല. ലാന്തനോയിഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഹാഫ്നിയത്തിലേക്ക് തിരിച്ചു വരും. അപ്പം ലാന്തനം ആൻഡ് ഹാഫ്നിയം ആൻഡ് ദെൻ ഹാഫ്നിയം ടു മെർക്യൂറി. അപ്പോൾ 5D സീരീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5D സീരീസിൽ ആരൊക്കെയാണ്? ആദ്യത്തെ ആരാണ്? ലാന്തനം,
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ ലാന്തനോയിഡ്സിലേക്ക് പോകും. ലാന്തനോയിഡ്സ് ഇല്ല. ഓക്കെ, സീറിയം ടു ലുട്ടീറ്റിയം ലാന്തനോയിഡ്സ് ആണ്, അതില്ല. അത് കഴിഞ്ഞ് തിരിച്ചെങ്ങോട്ട് വരും? ഹാഫ്നിയം വരും. ഹാഫ്നിയം ടു മെർക്യൂറി. അപ്പൊ ലാന്തനം ആൻഡ് ഹാഫ്നിയം ടു മെർക്യൂറി. ഓക്കെ, അത് കഴിഞ്ഞ് 6D സീരീസോ മക്കളെ? 6D സീരീസ് ആക്ടീനിയം വരും ഇവിടെ. അത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോകും? ആക്ടിനോയിഡ്സിലേക്ക് പോകും. ആക്ടിനോയിഡ്സ് 6D സീരീസിലില്ല. ആക്ടിനോയിഡ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? ആക്ടിനോയിഡ്സ് കഴിഞ്ഞിട്ട് റൂത്തർഫോർഡിയം ടു കോപ്പർനീഷ്യം, RF ടു CN, റൂത്തർഫോർഡിയം ടു കോപ്പർനീഷ്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ ഇതൊക്കെ ഓർത്ത് വെക്കണം. ഇത്രയും സില്ലി കാര്യങ്ങൾ വരെയും ഓർത്ത് വെക്കണം. 3D സീരീസിലാരൊക്കെ, 4D സീരീസിലാരൊക്കെ, വിത്ത് നെയിംസ്, എലമെന്റിന്റെ പേരുകളടക്കം വിത്ത് ഗ്രൂപ്പ് നമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. JEE മെയിൻസ് അത്രയ്ക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ബെറ്റർ, ഇപ്പൊ പണ്ടൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു ഗ്രൂപ്പ് നമ്പർ ആസ് എൻ സിങ്ക് വരെ പഠിച്ചാൽ മതിയെന്ന്. ഇല്ല, ഇപ്പോൾ അങ്ങനെയല്ല മക്കളെ. 3D സീരീസ് മൊത്തം അറിയാം, 4D സീരീസ് മൊത്തം അറിയാം, 5D സീരീസും മൊത്തം അറിയാം. അറ്റ്ലീസ്റ്റ് 5D സീരീസ് വരെ, മെർക്യൂറി വരെയെങ്കിലും അറിഞ്ഞിരിക്കണം. 6D സീരീസും കൂടി അറിഞ്ഞാൽ അത്രയും നല്ല. പക്ഷെ 6D സീരീസിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ ആണോ മക്കളെ? 3D സീരീസ് മൊത്തം അറിയണം, 4D സീരീസ് മൊത്തം അറിയണം, 5D സീരീസ് മൊത്തം അറിയണം, 6D സീരീസ് പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണല്ലോ മക്കളെ? അത് കഴിഞ്ഞിട്ട് ദ 2 സീരീസ് ഓഫ് ദ ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസ് ആരൊക്കെയാ മക്കളെ? നമ്മുടെ അളിയന്മാര്, ലാന്തനോയിഡ്സ് അളിയന്മാരും ആക്ടിനോയിഡ്സ് അളിയന്മാരും. ലാന്തനോയിഡ്സ് അളിയന്മാര് ബേസിക്കലി കാര്യം നമ്മളിവിടെ ലാന്തനം തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അണ്ടർസ്റ്റാൻഡ്, ലാന്തനം വരുന്നത് 5D സീരീസിലാണ്. ഓക്കെ, ലാന്തനം വരുന്നത് 5D സീരീസിലാണ്. അതതിന്റെ കോൺഫിഗറേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാന്തനോയിഡ്സ് ബേസിക്കലി ഇസ് ഫ്രം സീറിയം ടു ലുട്ടീറ്റിയം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. സീറിയം ടു ലുട്ടീറ്റിയം, ഈ 14 എണ്ണമാണ് ലാന്തനോയിഡ്സ് ഉള്ളത്. പിന്നെ ഏതൊക്കെയാ മക്കളെ? ആക്ടിനോയിഡ്സ് ബേസിക്കലി 5F സീരീസ്. അത് ഏതൊക്കെയാ മക്കളെ? ആക്ടിനോയിഡ്സ്, തോറിയം, ആക്ടീനിയം ഇല്ല മക്കളെ. ആക്ടീനിയം വരുന്നത് എവിടെയാണ്? സാർ നേരത്തെ പറഞ്ഞു, ആക്ടീനിയം ആക്ച്വലി ഇവിടെയാണ് വരുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ് ആക്ടീനിയം വരേണ്ടത് ആക്ടിനോയിഡ്സിന്റെ ഒപ്പമാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ലാന്തനത്തിനും ആക്ടീനിയത്തിനും അനോമലസ് കോൺഫിഗറേഷൻ ആണ്. അവർക്ക് F ഓർബിറ്റലില് ഇലക്ട്രോൺസ് ഇല്ല. ലാന്തനത്തിനും ആക്ടീനിയത്തിനും F ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഇല്ല. ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. ഇപ്പൊ ലാന്തനത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6s2 4f1 ആണ് ലാന്തനത്തിന്റെ കോൺഫിഗറേഷൻ. 6s2 4f1, പക്ഷെ 6s2 5d1 ആണ് ലാന്തനത്തിലുള്ളത്. അതേപോലെ ആക്ടീനിയത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 7s2 5f1 ആണ്. പക്ഷെ അതല്ല വരുന്നത്. 7s2 5f1 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലേ മക്കളെ? പക്ഷെ അതല്ല വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി എല്ലാവരും നോക്കുക, ആക്ടിനോയിഡ്സ് ഇസ് ഫ്രം തോറിയം ടു ലോറൻഷ്യം. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ ലാന്തനോയിഡ്സ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യണോ? ലാന്തനോയിഡ്സ് മാത്രം പറ്റുമെങ്കിൽ അല്ല, യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഞാൻ ഇന്ന് തന്നെ ചെയ്യാൻ പറയുന്നില്ല. കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ലാന്തനോയിഡ്സിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അവരുടെ പേരുകളും കോൺഫിഗറേഷൻസും വെച്ചിട്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും വെച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് JEE മെയിൻസിൽ ഇഷ്ടം പോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആക്ടിനോയിഡ്സിന്റെ പ്രോബബിലിറ്റി കുറവാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. പക്ഷെ ലാന്തനോയിഡ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, ഓർത്ത് വെക്കുവോ മക്കളെ? എനിക്കൊരു വാക്ക് തരാൻ പറ്റുമോ ചാറ്റ് ബോക്സിൽ? അപ്പൊ ഇനി പറയരുത് സാറേ ഞാൻ എത്ര പീരിയോഡിക് ടേബിൾ പഠിക്കണം. S ബ്ലോക്ക് മൊത്തം പഠിക്കണം വിത്ത് നെയിം വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. P ബ്ലോക്ക് മൊത്തം പഠിക്കണം വിത്ത് നെയിം വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതേപോലെ 3D സീരീസ് മൊത്തം പഠിക്കണം, 4D സീരീസ് മൊത്തം പഠിക്കണം, 5D സീരീസ്, 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് മൊത്തം പഠിക്കണം. ഓക്കെ, 6D സീരീസ് പറ്റുമെങ്കിൽ. അതേപോലെ തന്നെ ലാന്തനോയിഡ്സ് മൊത്തം പഠിക്കണം. ഓക്കെ ആണല്ലോ? ഈ സ്ലൈഡ് സെറ്റ് ആണല്ലോ മക്കളെ? എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യം അറിയണം എന്ന് മനസ്സിലായല്ലോ മക്കളെ? എനിക്ക് വാക്ക് തരുമോ ഇതൊക്കെ ഓർത്ത് വെക്കുമെന്ന്? ഇനിയൊരു കൺഫ്യൂഷൻ പാടില്ല, ഇനിയൊരു ചോദ്യം പാടില്ല, സാർ ഞാൻ എത്രയും പഠിക്കണം, ഇത്രയും പഠിച്ചാൽ മതിയോ പീരിയോഡിക് ടേബിളിൽ? S ബ്ലോക്ക് മൊത്തം, P ബ്ലോക്ക് മൊത്തം, 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് ലാന്തനോയിഡ്സ് എഴുതി ഒപ്പിട്ട് തരാം.
ഇറ്റ് വിൽ ബി പ്രൊഡക്റ്റീവ്. ഇത് വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, D block elements in the electronic configuration. In general, the electronic configuration of outer orbitals of these elements is n-1 d 1 to 10, ns 1 to 2, except for palladium. Except എന്ന വാക്ക് കെമിസ്ട്രിയിൽ കണ്ടാൽ മനസ്സിലാക്കുക, അത് ക്വസ്റ്റ്യൻ പോസിബിലിറ്റി ഉണ്ട്. ജനറലി D block elements in the configuration n-1 d 1 to 10, ns 1 to 10 ആണ്. ns 1 to 2 ആണ്, except for palladium where the electronic configuration is 4d10 5s0. നിങ്ങൾ ഈ കോൺഫിഗറേഷൻ നോക്കിയാൽ തന്നെ അറിയാം മക്കളെ, എല്ലാവരും നോക്കിക്കേ. ഇപ്പോൾ ഇത് നിങ്ങളുടെ NCERT എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ NCERT-യിലുള്ളതാണ്. ഫസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ 3D സീരീസ്. 3D സീരീസിൽ ഇത് നോക്കിക്കേ മക്കളെ, സ്കാൻഡിയം ഇത് 4s-ലെ ഇലക്ട്രോൺസ്, ഇത് 3D-ലെ ഇലക്ട്രോൺസ്. നോക്കുക കേട്ടോ, ഇത് 4s-ലെ ഇലക്ട്രോൺസ് 3D-ലെ. സ്കാൻഡിയത്തിൻ്റെ 4s2 3d1, ടൈറ്റേനിയം 4s2 3d2, വനേഡിയം 4s2 3d3, ക്രോമിയം 4s1 3d5, അനോമലസ് ആണ് ക്രോമിയം, മാംഗനീസ് 4s2 3d5, അയൺ 4s2 3d6, കൊബാൾട്ട് 4s2 3d7, നിക്കൽ 4s2 3d8, കോപ്പർ 4s1 3d10, അനോമലസ് ആണ് അഗെയിൻ, സിങ്ക് 4s2 3d10. അപ്പോൾ ബേസിക്കലി 4s, അതായത് 4s ഓർബിറ്റലിൽ 1 to 2 ഇലക്ട്രോൺസ് വരാം, 3D ഓർബിറ്റൽസിൽ 1 to 10 ഇലക്ട്രോൺസ് വരാം അല്ലേ. വാലൻസ് ഷെല്ലിൻ്റെ എസ് ഓർബിറ്റലിൽ 1 or 2 ഇലക്ട്രോൺസ് വരാം അല്ലേ. പെനൾട്ടിമേറ്റ് ഷെല്ലിൻ്റെ ഡി ഓർബിറ്റലിൽ 1 തൊട്ട് 10 ഇലക്ട്രോൺസ് വരെയും വരാം, 1 തൊട്ട് 10 ഇലക്ട്രോൺസ് വരെയും വരാം. പക്ഷെ പലേഡിയത്തിന് മാത്രം ഈ ജനറൽ കോൺഫിഗറേഷൻ വാലിഡ് അല്ല. കാര്യം പലേഡിയത്തിൻ്റെ കേസ് നിങ്ങൾ എടുക്കുമ്പോൾ, എല്ലാവരും നോക്കിക്കേ മക്കളെ, പലേഡിയത്തിൻ്റെ കേസ് നിങ്ങൾ എടുക്കുമ്പോൾ സർ ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലേഡിയം 5s0 4d10 ആണ്. 5s0 4d10 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ നിക്കലിനെ പോലെ തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5s2 4d8 ആണ്. പലേഡിയത്തിന് 5s2 4d8 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യം പലേഡിയം നിക്കലിന്റെ അടിയിലാണ്. പക്ഷേ ഡ്യൂ ടു എനർജി റീസൺസ്, സ്റ്റെബിലിറ്റി റീസൺസ് 5s0 4d10 ആണ് പലേഡിയത്തിന്. അതായത് വാലൻസ് ഷെല്ലിന്റെ എസ് ഓർബിറ്റലിൽ അതിന് ഇലക്ട്രോൺസ് ഇല്ല. വാലൻസ് ഷെല്ലിന്റെ എസ് ഓർബിറ്റലിൽ അതിന് ഇലക്ട്രോൺസ് ഇല്ല. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എൻ എക്സെപ്ഷൻ ഫോർ ദ ജനറൽ കോൺഫിഗറേഷൻ ഓഫ് D block elements? Palladium is an exception. മനസ്സിലാക്കുക. ഓക്കെ മക്കളെ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, എലമെന്റ്സ് വിച്ച് വയലേറ്റ്സ് ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഈ ലിസ്റ്റ് പലരും ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ എലമെന്റ്സ് ആണ് ഇതിൽ ഓഫ് ബൗ പ്രിൻസിപ്പിളിനെ അല്ലെങ്കിൽ അനോമലസ് കോൺഫിഗറേഷനുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഓർത്ത് വെക്കണം മക്കളെ, ഇത് ഓർത്ത് വെക്കണം. എല്ലാവരും നോക്കിയേ, 3D സീരീസിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ 2 അളിയന്മാരുണ്ട്, ക്രോമിയവും കോപ്പറും. യു ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ്. 3D സീരീസിൽ 4D സീരീസിൽ എല്ലാവരും നോക്കിക്കേ, NB, MO, TC, RU, RH, PD ആൻഡ് AG. എല്ലാവരും നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ NBയുടെ കേസ് എടുക്കാം. NBയുടെ കേസ് നമ്മൾ എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ വനേഡിയത്തിന്റെ പോലെ തന്നെയാണ് അല്ലെ. വി ആർ എക്സ്പെക്ടിങ് 5s2 4d3, ബട്ട് വി ഹാവ് 5s1 4d4. അതേപോലെ തന്നെ മോളിബ്ഡനം എടുക്കുകയാണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് 5s2 4d4, പക്ഷേ ക്രോമിയത്തിന്റെ പോലെ തന്നെ 5s1 4d5. അതേപോലെ തന്നെ ടെക്നീഷ്യം എടുക്കുകയാണ്, TC എടുക്കുകയാണെങ്കിൽ മാംഗനീസിന്റെ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. മാംഗനീസിന് തൊട്ടടിയിലെ വരുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് 5s2 4d5, പക്ഷേ 5s1 4d6 ആണ് അവിടെ വരുന്നത്. ഗോട്ട് ഇറ്റ്. അതേപോലെ തന്നെ റുത്തീനിയം എടുക്കുകയാണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് അയണിന്റെ പോലെ 5s2 4d6 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് വരുന്നത് 5s1 4d7 ആണ് അല്ലേ മക്കളെ. അതേപോലെ തന്നെ റോഡിയത്തിന്റെ എല്ലാവരും നോക്കിക്കേ മക്കളെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5s2 4d7 ആണ്, പക്ഷെ നമുക്കുള്ളത് 5s1 4d8 ആണ് അല്ലേ. സോ ബേസിക്കലി അതേപോലെ തന്നെ പലേഡിയത്തിന് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ സിൽവർ കോപ്പറിന്റെ പോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5s2 4d9 ആണ്, പക്ഷെ കോപ്പറിന്റെ പോലെ 5s1 4d10 ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ. ഓക്കെ,
അപ്പോൾ 4D സീരീസിലെ എക്സെപ്ഷണൽ വൺസ് ഇവന്മാരാണ്. 5D സീരീസിലെ പ്ലാറ്റിനവും ഗോൾഡും 5D സീരീസിലെ പ്ലാറ്റിനവും ഗോൾഡും എല്ലാവരും നോക്കിയേ, പ്ലാറ്റിനം വരുന്നത് നിക്കലിന്റെ അടിയിലാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6s2 5D8 ആണ്, പക്ഷേ 6s1 5D9 ആണ് പ്ലാറ്റിനത്തിന്. ഗോൾഡ് പിന്നെ അറിയാലോ കോപ്പറിന്റെ വലിയേട്ടനാണ്. സോ വി ഹാവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6s2 5D9 ആണ്, പക്ഷേ 6s1 5D10 ബിക്കോസ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ. ഓക്കെ മക്കളെ, ഓക്കെ ആണോ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് 6D സീരീസിൽ വരുന്നത് RG ആണ്. RG ഹാസ് ഗോട്ട് ദ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ. 6D സീരീസിൽ RGക്കാണ് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഉള്ളത്. RG വരുന്നത് ആരുടെ അടിയിലാണ്? കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും അടിയിൽ. ഇത് അറിഞ്ഞിരിക്കണം. എക്സെപ്ഷൻസ് എന്ന വാക്ക് കെമിസ്ട്രി കേട്ടാൽ അതൊരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? ഒരു തംസപ്പ് ഇട്ടേ മക്കളെ. റഗ്നാർ കുട്ട വരാടാ കുട്ട, എന്തായാലും വരും. ഒരു തംസപ്പ് ഇട്ടേ മക്കളെ. അപ്പൊ അടുത്ത സ്ലൈഡ് കഴിഞ്ഞു. ഓക്കെ, ഈ പാർട്ട് കഴിഞ്ഞു, ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. നെക്സ്റ്റ്, according to IUPAC, transition metals are defined as metals which have incomplete d subshell either in neutral atom or in their ions. Transition metals in the definition എന്താണ്? Elements which have incomplete d orbitals in their elemental state, neutral state or in ionic state. പക്ഷേ സിങ്ക്, കാഡ്മിയം, മെർക്യൂറി എടുക്കുകയാണെങ്കിൽ അവരുടെ എലമെന്റൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റേറ്റ് അയോണിക് സ്റ്റേറ്റിലോ ഡി ഓർബിറ്റൽസ് പാർഷ്യലി ഫിൽഡ് അല്ല. ഡി ഓർബിറ്റൽസ് പാർഷ്യലി ഫിൽഡ് അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിങ്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിങ്കിന്റെ കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്? സിങ്കിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 4s2 3D10 ആണ് സാറേ. അപ്പൊ സിങ്കിന്റെ അയോണിക് ഫോം എന്താണ്? സിങ്കിന്റെ അയോണിക് ഫോം Zn2+. is 4s0 3D10. അതിന്റെ അയണിക് ഫോമിലോ അതിന്റെ ന്യൂട്രൽ ഫോമിലോ അതിന് ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ അയണിക് ഫോമിലോ അല്ലെങ്കിൽ ന്യൂട്രൽ ഫോമിലോ ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ് മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളിൽ പലരും ചോദിക്കും, സർ ഇപ്പൊ കോപ്പർ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്? കോപ്പറിന്റെ കോൺഫിഗറേഷൻ 4s1 3D10 അല്ലേ, അപ്പൊ അതെങ്ങനെയാണ് ട്രാൻസിഷൻ എലമെന്റ് ആവുന്നത്? കാര്യം കോപ്പറിന്റെ അയണിക് ഫോം Cu2+ എടുക്കുകയാണെങ്കിൽ ഒരെലക്ട്രോൺ 4s നിന്ന് പോവും, ഒരെലക്ട്രോൺ 3Dയിൽ നിന്ന് പോവും. അപ്പൊ നമുക്ക് 4s0 3D9 കിട്ടും. കണ്ടോ? ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ് കിട്ടിയത് കണ്ടോ? ദാറ്റ് ഇസ് ദ റീസൺ. സോ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്യൂറി ഡു നോട്ട് belong to the transition metal category. പിന്നെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ടേബിൾ ഉണ്ട്, പലപ്പോഴും ഇതുവരെയും ചോദ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയല്ല, ആക്ച്വലി ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർ ഈ ടേബിള് ഇവിടെ അറ്റാച്ച് ചെയ്യാണ്. ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. ഓർത്തിരിക്കാൻ നോക്കുക. ഓക്കെ, ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ഓർത്തിരിക്കാൻ നോക്കുക. ആക്ച്വലി ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണ്, സിങ്ക്, കാഡ്മിയം, മെർക്യൂറി ആണെങ്കിൽ HCP ആണ് വരുന്നത്. HGയുടെ കൊടുത്തിട്ടില്ല, HCP ആണ് വരുന്നത്. അതേപോലെ കോപ്പർ, സിൽവർ, ഗോൾഡ് നോക്കുകയാണെങ്കിൽ CCP, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം അഗൈൻ CCP. കൊബാൾട്ട്, റോഡിയം, ഇറീഡിയം അഗൈൻ ഏതാ വരുന്നത്? CCP ആണ് വരുന്നത്. കൊബാൾട്ടിന് HCPയും പറ്റും. Fe, റുത്തീനിയം, ഓസ്മിയം ഏതാ വരുന്നത്? BCC, HCP ആണ് വരുന്നത്. Feക്ക് HCP ഉണ്ട്. ഓക്കെ, അപ്പൊ ആ എക്സെപ്ഷൻസും കൂടി ഓർത്തു വെക്കുക. മാംഗനീസ്, ടെക്നീഷ്യം, Re വരുന്ന ഏതൊക്കെയാ മക്കളെ? BCC, CCP ആണ് മാംഗനീസിന് പോസിബിൾ, HCP ആണ് TCക്ക്, Reക്ക് HCP ആണ് പോസിബിൾ അല്ലേ മക്കളെ? ഫൈൻ, ഇതൊന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ഓക്കെ, പോസിബിൾ ആണ്. എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് 3D സീരീസിനെ ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് സാർ കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D സീരീസിനെ ഓർത്ത് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് 3D സീരീസിനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണോ മക്കളെ? ഞാൻ ഈ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ DNF ബ്ലോക്ക് ടാക്കിൾ ചെയ്യാൻ നിൽക്കുമ്പോൾ സാർ ഈ തരുന്ന NCERT എടുത്ത പോയിന്റ്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോട്ട് ഇറ്റ്? നിങ്ങൾ പറയില്ലേ ലൈൻ ബൈ ലൈൻ എങ്ങനെയാണ് സാറേ പോകുന്നത്? ഇങ്ങനെയാണ് ലൈൻ ബൈ ലൈൻ പോവുക.
ആ ചാപ്റ്ററിൽ കൊടുത്തേക്കണ എല്ലാ ഡേറ്റയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. അത് ടേബിൾ ഫോമിലായിക്കോട്ടെ, റിട്ടൺ ഫോമിലായിക്കോട്ടെ, റിട്ടൺ ഫോമിലായിക്കോട്ടെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി വരാം. അപ്പം അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് ടേബിൾസും കൂടെ സാറ് കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ NCERT-യിലുള്ള ഗ്രാഫ് തന്നെയാണ്. ഇപ്പോൾ 3D സീരീസ് നോക്കുകയാണെങ്കിൽ ടൈറ്റേനിയം ടു ക്രോമിയം ദർ ഇസ് എ കൺസിഡറബിൾ ഇൻക്രീസ്. അത് കഴിഞ്ഞാൽ മാംഗനീസിലേക്ക് ഒരു ഡിപ്പാണ്. പിന്നെ അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഗ്രാഫ് അത്രയ്ക്കൊരു നോർമൽ ട്രെൻഡിലല്ല പോകുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും സാർ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്, ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒരു എക്സെപ്ഷണൽ കേസാണ്. നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് എടുക്കുകയാണെങ്കിൽ നോർമലി ആസ് യു ഗോ ഡൗൺ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഓക്കെ, എല്ലാ പോയിന്റിലും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഇപ്പോൾ ക്രോമിയം, മോളിബ്ഡനം, ടങ്സ്റ്റൺ കണ്ട മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. പക്ഷേ ഇവിടെ കണ്ട ഈ 3 എണ്ണത്തിനെ കണ്ടോ? ഇവിടെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ മക്കളെ. ഇവിടെ കണ്ടോ കോപ്പറിന് ഗോൾഡിനേലും സിൽവറിനേലും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ ഗ്രാഫ് അവിടെ കോയിൻസൈഡ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്തിട്ട് യൂഷ്വൽ ട്രെൻഡ് ബ്രേക്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ വേണമെങ്കിൽ അതുകൊണ്ടാണ് ആ പോയിന്റ് ഇവിടെ സാറ് പറഞ്ഞിരിക്കുന്നത് കോപ്പർ ഗ്രേറ്റർ ദാൻ ഗോൾഡ് ഗ്രേറ്റർ ദാൻ സിൽവർ. നോർമലി നോക്കുകയാണെങ്കിൽ ആസ് യു ഗോ ഡൗൺ ദ ഗ്രൂപ്പ് 3D to 4D to 5D മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. അത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. പക്ഷേ കോപ്പറിന്റെയും സിൽവറിന്റെയും ഗോൾഡിന്റെയും കാര്യത്തിൽ കോപ്പർ ഗ്രേറ്റർ ദാൻ ഗോൾഡ് ഗ്രേറ്റർ ദാൻ സിൽവർ. ആ എക്സെപ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. നോട്ട് ചെയ്യുക, ഇതൊക്കെ നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ദ ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ഓഫ് ദീസ് മെറ്റൽസ് ആർ ആട്രിബ്യൂട്ടഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം n-1d in addition to the ns electrons in the interatomic metal bonding. മക്കളെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന സംഭവം is based on how closely packed the atoms are. എത്ര ക്ലോസ്ലി പാക്ഡ് ആണ് ആറ്റംസ് അതനുസരിച്ചിരിക്കും. ഈ മെറ്റൽസിന്റെ കേസ് പറയുമ്പോൾ മെറ്റൽസിന്റെ ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണ്. മെറ്റാലിക് ബോണ്ടിങ് ഇൻക്രീസസ് വിത്ത് വാലൻസ് ഇലക്ട്രോൺസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മെറ്റാലിക് ബോണ്ടിങ് വാലൻസ് ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ മെറ്റാലിക് ബോണ്ടിങ്ങും കൂടുതലാണ്. കെമിക്കൽ ബോണ്ടിങ് പഠിച്ചവർക്ക് മനസ്സിലാവും. കൂടുതൽ ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽസിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണെങ്കിൽ മെറ്റാലിക് ബോണ്ടിങ് അത്രയും കൂടുതലാണ്. അതുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് ഒക്കെ സോഫ്റ്റ് മെറ്റൽസ് ആയിട്ട് വരുന്നത്. കാര്യം എന്താ? അവരുടെ വാലൻസ് ഷെല്ലിലാകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് 2 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ NS വാലൻസ് ഷെല്ലിലെ s ഓർബിറ്റൽ അവിടെ നിന്നും ഇലക്ട്രോൺസ് വരും. ഡി ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസും ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും മെറ്റാലിക് ബോണ്ടിങ്ങിന് പിടിച്ചു നിർത്താനായിട്ട്. മെറ്റാലിക് ബോണ്ടിങ് എന്താണെന്ന് അറിയാത്തവർ കെമിക്കൽ ബോണ്ടിങ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൂടുതൽ ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണെങ്കിൽ മെറ്റാലിക് ബോണ്ടിങ് കൂടുതൽ ശക്തമായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഓക്കെ മക്കളെ, അതുകൊണ്ടാണ് ജനറലി ഡി ബ്ലോക്ക് മെറ്റൽസ് ആർ ഹാർഡർ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ടു നോർമൽ മെറ്റൽസ്. കണ്ട ലോജിക് ഉണ്ട് ഇതിനൊക്കെ. ഈ ഇനോർഗാനിക് കെമിസ്ട്രി മഗ്ഗപ്പ് മാത്രമല്ല, അതിനൊരു റിസൾട്ട് ഉണ്ട്. ഇപ്പം ഞാനൊരു റിസൾട്ട് പറഞ്ഞു, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് കമ്പയർ ടു അതർ മെറ്റൽസ്. കാരണം എന്താ? വാട്ട് ഇസ് എ റീസൺ? ദർ ഇസ് എ റിസൾട്ട് ആൻഡ് എ റീസൺ. ഒരു റിസൾട്ട് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. വാട്ട് ഇസ് എ റീസൺ? ആ റീസണും കൂടി അറിഞ്ഞിരിക്കണം മക്കളെ. ദാറ്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇൻ എനി റോ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് മെറ്റൽസ് റൈസ് ടു എ മാക്സിമം അറ്റ് D5. അതായത് ഗ്രൂപ്പ് 7 വരെ അങ്ങോട്ട് കയറിപ്പോവും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ടൈറ്റേനിയം ടു വനേഡിയം ടു ക്രോമിയം അങ്ങോട്ട് കയറിപ്പോയി. പെട്ടെന്ന് മാംഗനീസിൽ ഒരു ഡിപ്പ് വന്നു, D5 ഒരു ഡിപ്പ് വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മാംഗനീസിന്റെ കേസിൽ, മാംഗനീസിന്റെയും ഇപ്പൊ TCയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ, TCയുടെ കേസ് 4D സീരീസ് നോക്കിയേ, മോളിബ്ഡനം വരെ കയറിപ്പോയി TCയുടെ വരെ പെട്ടെന്നൊരു ഡിപ്പ് വന്നു. അതെന്താണെന്ന് മനസ്സിലാക്കണം. That is because അവരുടെ D electrons are not involved in metallic bonding. അവരുടെ 5 D electrons are not involved in metallic bonding. അവരുടെ S electrons മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. കണ്ട ലോജിക്ക് വന്നത് കണ്ട? അവരുടെ D electrons is not involved in metallic bonding. Is that clear my dear students? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണിത്.
നെക്സ്റ്റ് അറ്റോമിക് റേഡിയൈ. അറ്റോമിക് റേഡിയയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ അറ്റോമിക് റേഡിയൈ ബേസിക്കലി 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് നല്ലൊരു ട്രെൻഡ് ഉണ്ട്. ഊഞ്ഞാല് പോലെ കിടക്കും. ഇപ്പോൾ 3D സീരീസ് എടുക്കുകയാണെങ്കിൽ അറ്റോമിക് റേഡിയൈ ഡിക്രീസസ് ടിൽ കൊബാൾട്ട് ടു നിക്കൽ ഓൾമോസ്റ്റ് സെയിം ആണ്. നിക്കൽ ടു കോപ്പർ ഇൻക്രീസ് ചെയ്യും, കോപ്പർ ടു സിങ്ക് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഡിക്രീസ് വരുന്നത്? ആസ് യു ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അറ്റോമിക് റേഡിയൈ ഡിക്രീസസ്. കാര്യം എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. പക്ഷേ ഇവിടെ നിന്ന് നിക്കൽ ടു കോപ്പർ ദർ ഇസ് ആൻ ഇൻക്രീസ്, കോപ്പർ ടു സിങ്ക് ദർ ഇസ് ആൻ ഇൻക്രീസ് ബിക്കോസ് ഇലക്ട്രോൺ റിപ്പൾഷൻ. എല്ലാവരും മനസ്സിലാക്കുക, ദ ഇൻക്രീസ് ഇസ് ഡ്യൂ ടു electron repulsion. The increase is due to electron repulsion. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. The increase is due to electron. ഏത് മക്കളെ? ന്യൂക്ലിയസ് ആറ്റത്തിനെ അകത്തേക്ക് വലിക്കാൻ നോക്കും, ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്ത ആറ്റത്തിനെ പുറത്തേക്ക് വലിക്കാൻ നോക്കും. അപ്പൊ 3D സീരീസിലും 4D സീരീസിലും 5D സീരീസിലും ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയസ് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്തേക്ക് വലിക്കാൻ നോക്കും. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇലക്ട്രോൺ റിപ്പൾഷൻസ് വളരെ കൂടുതലാണെന്നാണ് കണ്ടുവരുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺ റിപ്പൾഷൻസ് ദേ ആർ പോയിന്റിങ് ഔട്ട്വേർഡ്സ്. അവർ ആറ്റത്തിനെ വലുതാക്കാൻ നോക്കും. സോ ഇവിടെ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ പോയിന്റ് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ കൊബാൾട്ട് ഈ ഒരു ഗ്രൂപ്പ് തൊട്ടിട്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ ഡോമിനേറ്റ്സ് ന്യൂക്ലിയർ അട്രാക്ഷൻ. Electron repulsion dominates nuclear attraction. Nuclear attraction tries to pull the atom. ചെറുതാക്കാൻ നോക്കും. Electron repulsion tries to enlarge the atom. അപ്പൊ ഈ ഒരു പോയിന്റ് വരെയും ന്യൂക്ലിയർ വാലൻസ് ഷെല്ലിനെ ന്യൂക്ലിയസ് വലിക്കുന്നതാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി ഇതിൽ നിന്ന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ 3D 4D 5D സീരീസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ക്രോമിയം മോളിബ്ഡനം ടങ്സ്റ്റൻ, ക്രോമിയം ടു മോളിബ്ഡനം വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ ഇത് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ മോളിബ്ഡനം ടു ടങ്സ്റ്റൻ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ടൈറ്റേനിയം ടു സിർക്കോണിയം ഒരു ജമ്പ് ഉണ്ട്. ടൈറ്റേനിയം ടു സിർക്കോണിയം വലിയൊരു ജമ്പ് ഉണ്ട്. പക്ഷെ സിർക്കോണിയം ഹാഫ്നിയം തൊട്ടടുത്ത. ദാറ്റ് ഇസ് ബിക്കോസ് 4D സീരീസ് കഴിഞ്ഞ് 5D സീരീസിൽ എത്തുമ്പോഴേക്കും F ഇലക്ട്രോൺസ് അവിടെ കയറി വരും. 4D സീരീസ് കഴിഞ്ഞ് എല്ലാവരും നോക്കിക്കേ മക്കളെ, 4D സീരീസ് കഴിഞ്ഞ് എല്ലാവരും നോക്കുക. ഈ 4D സീരീസ് കഴിഞ്ഞ് 5D സീരീസിൽ എത്തുമ്പോഴേക്കും 5D സീരീസിലുള്ളവന്മാർക്ക് F ഇലക്ട്രോൺസ് ഉണ്ട്. ഈ F ഇലക്ട്രോൺസിന് ഷീൽഡിങ് കുറവാണ്. അവന്മാരെ ന്യൂക്ലിയസിനെ പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്യില്ല. അപ്പം ന്യൂക്ലിയസിനെ പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? മക്കളെ? ന്യൂക്ലിയസിനെ പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പം ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുകയാണ്, ഈ ന്യൂക്ലിയസിനെ പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്യുന്നില്ല. അപ്പം എന്ത് പറ്റും? ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് വിൽ ബി മോർ ദാൻ എക്സ്പെക്റ്റഡ്. നിങ്ങൾക്കറിയാം ഷീൽഡിങ്ങിന്റെ ഓർഡർ എന്ന് പറയുന്നത് എഫ് ഇലക്ട്രോൺസ് ഷീൽഡിങ് ഇസ് ലെസർ ദാൻ ഡി, ലെസർ ദാൻ പി, ലെസർ ദാൻ എസ്. അപ്പൊ എഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നേ ഉള്ളൂ, അവന്മാര് ന്യൂക്ലിയസിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ന്യൂക്ലിയസ് വാലൻസ് ഷെല്ലിനെ വലിക്കും മോർ ദാൻ എക്സ്പെക്റ്റഡ്. അതുകൊണ്ടാണ് 5D സീരീസിന്റെ റേഡിയസ് നമുക്ക് അത്രയും വ്യത്യാസം വരാത്തത്. 4D സീരീസ് വെച്ച് നോക്കുമ്പോൾ 5D സീരീസിന്റെ റേഡിയസിൽ അത്രയും വ്യത്യാസം വരാത്തത് അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഗോട്ട് ഇറ്റ്? മനസ്സിലായോ കുട്ടന്മാരെ? ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? വരാടാ നിജിലെ, എന്തായാലും ഓക്കെ. സെറ്റാണോ? സെറ്റ് മസാലയാണോ? ഇതിനെ ബേസ് ചെയ്തിട്ട് 2019 ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ദ പെയർ ദാറ്റ് ഹാസ് സിമിലർ അറ്റോമിക് റേഡിയൈ. ഏത് പെയറിനാണ് സിമിലർ അറ്റോമിക് റേഡിയൈ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3D സീരീസിന്റെ ഏത് ആറ്റം വന്നാലും സിമിലർ റേഡിയൈ വരില്ല. അപ്പൊ സ്കാൻഡിയം ഉണ്ട് ഇവിടെ,
മാംഗനീസ് ഉണ്ട് ഇവിടെ, ടൈറ്റേനിയം ഉണ്ട് ഇവിടെ. ഇവന്മാരെ 3 പേരും കട്ട് ചെയ്യാം. എ ആയിരിക്കും ആൻസർ. കാര്യം മോളിബ്ഡനവും ടങ്സ്റ്റനും, മോളിബ്ഡനം ഇസ് ഇൻ 4D സീരീസ്, ടങ്സ്റ്റൺ ഇസ് ഇൻ 5D സീരീസ്. 3D സീരീസ് എന്തായാലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 3D to 4D ഒരിക്കലും സെയിം അല്ല. അപ്പോൾ 3D ഉള്ളവന്മാരെ എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കളയാം. 3D എലമെന്റ്സ് ഉള്ളവന്മാരെ എന്തായാലും എലിമിനേറ്റ് ചെയ്ത് കളയാം. മോളിബ്ഡനം ആൻഡ് ടങ്സ്റ്റൺ ആർ ഫ്രം 4D ആൻഡ് 5D സീരീസ്. ഓക്കെ, ബി എന്ന് പറയുന്നുണ്ടല്ലോ ആരോ. ബി അല്ലടാ കൂട്ട, ബി ടൈറ്റേനിയം ഹാഫ് ന്യൂം എങ്ങനെയാണ്? സിർക്കോണിയം ഹാഫ് ന്യൂ ആണെങ്കിൽ കറക്റ്റാ. ടൈറ്റേനിയം ഹാഫ് ന്യൂം അല്ല, ടൈറ്റേനിയം 3D ലാ. 4D to 5D ആണ് സിമിലർ സൈസ്. 4D to 5D ആടാ കൂട്ടാ സിമിലർ സൈസ്. ഓക്കെ മക്കളെ, ഇസ് എ ക്ലിയർ? വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമുക്ക് കിടക്കാം അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണ്? എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ. എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ. ഇപ്പോൾ ദേ സ്കാൻഡിയം ആസ് ഇൻ ഗ്രൂപ്പ് 3 to ഗ്രൂപ്പ് 12 ഇവിടെ ഉണ്ട്. ഓക്കെ, അവരുടെ അയണൈസേഷൻ എനർജി ഏത്? ഫസ്റ്റ് അയണൈസേഷൻ എനർജി വാല്യൂസ്, സെക്കൻഡ് അയണൈസേഷൻ എനർജി വാല്യൂസ്, തേർഡ് അയണൈസേഷൻ എനർജി വാല്യൂസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എടുത്തിരിക്കുന്നത് ഈ ഒരു ടേബിളിൽ നിന്നാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേബിൾസ് ഇൻ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. സൂപ്പർ ഡൂപ്പർ ടേബിൾ നമ്പർ 8.2 എല്ലാവരും നോട്ട് ചെയ്തോളൂ. കുറേ ഡേറ്റ ഉണ്ട്, കുറേ പ്രാവശ്യം ഈ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടേബിൾ നമ്പർ 8.2 എല്ലാവരും നോട്ട് ചെയ്യുക. ഈ ടേബിളിലത്തെ ഡേറ്റ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ടേബിളിലത്തെ ട്രെൻഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും നോക്കുക മക്കളെ. നമുക്കറിയാം അയണൈസേഷൻ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ 3 ഫാക്ടേഴ്സ്. ഏതൊക്കെയാ? ഒന്ന്, അട്രാക്ഷൻ ഓഫ് ഈച്ച് ഇലക്ട്രോൺ ടുവേർഡ്സ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ശക്തി അല്ലെ, ന്യൂക്ലിയസിന്റെ ശക്തി കൂടുകയാണെങ്കിൽ അയണൈസേഷൻ എനർജി കൂടും. 2, റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണെങ്കിൽ ഇലക്ട്രോണിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് എനർജി നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ചതാണ്. ഇപ്പൊ ഹാഫ് ഫിൽഡ്, ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻസിൽ ദേ ആർ വെരി സ്റ്റേബിൾ. ഇപ്പൊ നൈട്രജന്റെ കേസ് അല്ലെ, നൈട്രജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2p3 കോൺഫിഗറേഷൻ. അതുകൊണ്ട് അതിന്റെ അയണൈസേഷൻ എനർജി ഇസ് ഗ്രേറ്റർ ബിക്കോസ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. അവിടെ എന്താ കാരണം? എക്സ്ചേഞ്ച് എനർജി ഉണ്ട്. ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ഹാസ് എക്സ്ചേഞ്ച് എനർജി ആൻഡ് ഡ്യൂ ടു ദാറ്റ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ ബേസിക്കലി സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ എല്ലാവരും നോക്കിയേ, ഇവിടെ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ NCERTയിലുള്ള പോയിന്റ്സ് തന്നെയാണ് കേട്ടോ ഇത്. Mn+ ഹാസ് 3d5 4s1 കോൺഫിഗറേഷൻ. Mn+ 3d5 4s1 അല്ലേ, മാംഗനീസിന് 4s2 3d5, Mn+ 3d5 4s1 configuration and configuration of Cr+ is d5. Therefore ionization enthalpy of Mn+ is lower than Cr+. First point, Mn+ ന്റെ ionization energy is lower than Cr+. മാംഗനീസിന്റെയും ക്രോമിയത്തിന്റെയും അല്ല, മാംഗനീസിന്റെയും ക്രോമിയത്തിന്റെയും ഫസ്റ്റ് അയണൈസേഷൻ എനർജി അല്ല, അവരുടെ രണ്ടുപേരുടെയും സെക്കൻഡ് അയണൈസേഷൻ എനർജിയാണ്. അതുകൊണ്ടാണ് Mn+ Cr+ കമ്പയർ ചെയ്യുന്നത്. Mn+ Cr+ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? their ionization energy is the second ionization energy of manganese and chromium അല്ലേ. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1 2 3 4 5 അല്ലേ. ക്രോമിയത്തിന്റെ സെക്കൻഡ് അയണൈസേഷൻ എനർജി 1592, മാംഗനീസിന്റെ 1509. വാട്ട് ഇസ് ദ റീസൺ? യൂഷ്വലി ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടണമല്ലോ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കാര്യം എന്താണ്? മാംഗനീസ് Mn+ന്റെ കോൺഫിഗറേഷൻ 3d5 4s1 ആണ്. അപ്പോൾ ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പോകുന്നത് 4sൽ നിന്നാണ്. നേരെ മറിച്ച് ക്രോമിയത്തിന്റെ ആ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ അനോമലി. സെക്കൻഡ് അനോമലി നോക്കാം. ഇൻ ദ സെയിം വേ Fe2+ ഹാസ് d6 കോൺഫിഗറേഷൻ. Fe2+ d6 ആണല്ലോ. അയണിന് 4s2 3d6, Fe2+ d6 കോൺഫിഗറേഷൻ. Mn2+ 3d5 കോൺഫിഗറേഷൻ അല്ലെ. മാംഗനീസ് 4s2 3d5, അപ്പൊ Mn2+ 3d5 കോൺഫിഗറേഷൻ. അപ്പൊ എന്തായാലും Fe2+ will have lower ionization energy than Mn2+. Fe2+ന്റെ അയണൈസേഷൻ എനർജി is lesser than Mn2+. Fe2+ന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? Fe2+ന്റെ എന്ന് പറയുമ്പോൾ Feയുടെ തേർഡ് അയണൈസേഷൻ എനർജി. Mn2+ എന്ന് പറയുമ്പോൾ മാംഗനീസിന്റെ തേർഡ് അയണൈസേഷൻ എനർജി. അതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. 1 2 3 4 5 6 മാംഗനീസിന്റെ ഇത്, അയണിന്റെ ഇത്. നമ്മൾ ശരിക്കും ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ കൂടുതലല്ല വേണ്ടത്, പക്ഷെ അയണിന്റെ ഇവിടെ കുറവാണ്. തേർഡ് അയണൈസേഷൻ എനർജി ഈസ് ലെസർ ദാൻ ദാറ്റ് ഓഫ്
മാംഗനീസ്. വാട്ട് ഇസ് ദ റീസൺ? ഇതാണ് റീസൺ. ഓക്കെ, കോൺഫിഗറേഷൻ. ഇത് NCERT-യിലുള്ള പോയിന്റ്സ് ആണ്. ഇനി സാർ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ ഓർഡർ സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3D സീരീസിൻ്റെ 3D സീരീസിനെ മാത്രം പഠിച്ചാൽ മതി. 3D സീരീസിനെ മാത്രം പഠിച്ചാൽ മതി. ഇത് ഓർത്ത് വെക്കുക. കാര്യം ഇത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണ പോലെ അത്രയ്ക്കൊരു നോർമൽ ട്രെൻഡ് അല്ല. അതുകൊണ്ടാണ് സാർ ഈ ഓർഡർ തന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് എന്നും പറഞ്ഞ് പഠിച്ചു വെക്കരുത്. കുറേ അനോമലീസ് ഉണ്ട്. സിങ്ക് ആണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് അയൺ വരും, കൊബാൾട്ട് വരും, കോപ്പർ, നിക്കൽ, ഏറ്റവും അവസാനം വരുന്നത് സ്കാൻഡിയമാണ്. ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ ഓർഡർ ആണ്. ഫസ്റ്റ് അയണൈസേഷൻ, അതായത് ഈ വാല്യൂസ് കൊണ്ടിട്ടുള്ള ഓർഡർ. ഇതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക. സാർ ആ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ദേ ഇവിടെ ഈ വാല്യൂസ് വെച്ചിട്ട് ഞാൻ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഓർഡർ പഠിച്ചു വെക്കുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ മക്കളെ, ഫൈൻ. ഇനി second ionization enthalpy, which shows unusually high values for chromium and copper, where M+ ions have D5 and D10 configuration. Obviously chromium copperും ഒരു ഇലക്ട്രോൺ എടുത്തു കളഞ്ഞാൽ പിന്നെ അവർക്ക് ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് അവരുടെ സെക്കൻഡ് അയണൈസേഷൻ എനർജി ഹാസ് എക്സെപ്ഷണലി ഹൈ വാല്യൂ. ഓക്കെ, ഈ റീസണിങ് ഒക്കെ ഓർത്ത് വെക്കണം. There is difficulty in removing an electron from the D5 and D10 ions. ഓക്കെ, കാര്യം നിങ്ങൾക്കറിയാം, ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ്. ഇനി നിങ്ങളുടെ NCERT-ൽ ഒരു ഭാഗമുണ്ട്, ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. എല്ലാവരും നോക്കിക്കേ. As we move along the period in 3D series, we see that the nuclear charge increases from scandium to zinc. അറിയാലോ, ഇപ്പോൾ 3D സീരീസിൽ സ്കാൻഡിയം ടു സിങ്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയസ് വലുതായി വരും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദി ഓർബിറ്റൽ ഓഫ് ഇന്നർ സബ്ഷൻ. നിങ്ങൾക്കറിയാം, ബട്ട് ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു 3D ഓർബിറ്റൽസ് അല്ലേ. These 3D electrons shield the 4s electrons from the increasing nuclear charge. ഈ 3D ഇലക്ട്രോൺസ് 4s ഇലക്ട്രോൺസിനെ ഷീൽഡ് ചെയ്യും ഈ ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജിനെതിരെ അല്ലേ. ഓക്കെ, somewhat more effectively than the outer shell electrons can shield one another. ഈ 4s ഇലക്ട്രോൺസ് തമ്മിൽ ഷീൽഡ് ചെയ്യുന്നതിലും കൂടുതൽ 3D ഇലക്ട്രോൺസ് ഈ 4s ഇലക്ട്രോൺസിനെ ഷീൽഡ് ചെയ്യും. Therefore, the atomic radii decreases less rapidly. Atomic radii decrease from scandium to zinc വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിക്രീസ് അല്ല, വളരെ പതിയെയാണ് കുറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ഇതും അയണൈസേഷൻ എനർജിയുമായിട്ട് എന്താ ബന്ധം? Thus, ionization energies increase only slightly along the 3D series. Ionization energy increase കറക്റ്റായിട്ട് ഇൻക്രീസ് ആയിട്ട് തന്നെയല്ല പോണ, ഇടയ്ക്ക് അനോമലീസ് ഉണ്ട്. സർ ഈ ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട്. എന്നാലും ഈ വാല്യൂസ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. 631 എല്ലാവരും നോക്കിക്കേ, 631, 656, 650, 653 എല്ലാത്തിൻ്റെയും വാല്യൂസ് വളരെ ക്ലോസ് ആണ്. കാര്യം എന്താണെന്നറിയോ, ഈ 3D ഇലക്ട്രോൺസ് സാമാന്യം നല്ലൊരു രീതിയിൽ തന്നെ ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ മേജർ ഒരു ഡിക്രീസ് വരുന്നില്ല, മേജർ ഒരു ഡിഫറൻസ് വരുന്നില്ല അയണൈസേഷൻ എനർജീസിൽ. ഗോട്ട് ഇറ്റ്. പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഓർ തേർഡ് അയണൈസേഷൻ എനർജി വാല്യൂസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 200-300 വാല്യൂസിൻ്റെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ 100-200 വാല്യൂസിൻ്റെ ഡിഫറൻസ് ആണ് ഓരോന്നിലും തമ്മിൽ വരുന്നത്. ഫസ്റ്റ് അയണൈസേഷൻ എനർജിയുടെ നോക്കുമ്പോൾ 20-10 അതേപോലെ ചെറിയ നമ്പേഴ്സിന് ഡിഫറൻസ് ഉള്ളൂ. സെക്കൻഡ് ഓർ തേർഡ് നോക്കുമ്പോൾ വലിയ നമ്പേഴ്സിന് ഡിഫറൻസ് ആണ് വരുന്നത് 3D സീരീസിൽ. അതിൻ്റെ കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും നോക്കിയേ. ദ ഡബ്ലി ഓർ മോർ ഹൈലി ചാർജ്ഡ് അയോൺസ് ഹാവ്, അതായത് ഇപ്പം Mn2+ Mn3+ ഒക്കെ എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് നോ 4s ഇലക്ട്രോൺസ്. അവർക്ക് 4s ഇലക്ട്രോൺസ് ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ Fe2+ എടുക്കുകയാണ്. Fe2+ന് 4s ഇലക്ട്രോൺസ് ഇല്ല, ആകെ 3D ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഈ 3D ഇലക്ട്രോൺസ് അവന്മാർ തമ്മിൽ ഷീൽഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. 3D ഇലക്ട്രോൺസ് തമ്മിൽ ഷീൽഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാര്യം എന്താണെന്നറിയോ, ഡി ഓർബിറ്റൽസ് എല്ലാം പല ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഇവന്മാർ തമ്മിൽ ഷീൽഡ് ചെയ്യില്ല, തമ്മിൽ കവർ ചെയ്യില്ല ന്യൂക്ലിയസ് ആയിട്ട്. അപ്പം എന്താ പറ്റുക മക്കളെ, എല്ലാവരും നോക്കിക്കേ. The doubly or more highly charged ions
has no 4s electrons. A general trend of increasing values of second ionization energy is expected as the effective nuclear charge increases because one d electron does not shield another electron from the influence of nuclear charge. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഈ ഷീൽഡിങ് തമ്മിൽ ഡി ഇലക്ട്രോൺസ് അധികം ഷീൽഡ് ചെയ്യാത്തതുകൊണ്ട് ഡി ഇലക്ട്രോൺസ് വാലൻഷ്യൽ ഇലക്ട്രോൺസിനെ ഷീൽഡ് ചെയ്യും, പക്ഷെ തമ്മിൽ ഷീൽഡ് ചെയ്യില്ല. അപ്പോൾ ഈ സെക്കൻഡ് അയണൈസേഷൻ എനർജിയും തേർഡ് അയണൈസേഷൻ എനർജി നോക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷീൽഡിങ്ങിന് വലിയ മാറ്റം വരുന്നില്ല. അപ്പോൾ അയണൈസേഷൻ എനർജി കൂടും ഇൻ എ നോർമൽ വേ. പക്ഷെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഈ കൂടുന്നത്, ഈ ഇൻക്രീസ് ഇസ് നോട്ട് വെരി പ്രോമിനൻറ്റ്. 10 or 20 വാല്യൂസിന് ഡിഫറൻസേ വരുന്നുള്ളൂ, 10 or 20 അതിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. കാര്യം എന്താ? നേരത്തെ പറഞ്ഞത്. പക്ഷെ സെക്കൻഡ് അയണൈസേഷൻ എനർജിയും തേർഡ് അയണൈസേഷൻ എനർജി നോക്കുമ്പോൾ എസ് ഇലക്ട്രോൺസ് ഇല്ല. എസ്പെഷ്യലി തേർഡ് അയണൈസേഷൻ എനർജി നോക്കുമ്പോൾ എസ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഡി ഇലക്ട്രോൺസ് ആണ് ലാസ്റ്റ് ഇലക്ട്രോൺ. അവന്മാരെ റിമൂവ് ചെയ്യാനായിട്ട് ബേസിക്കലി ദേ ഡോണ്ട് കവർ ഈച്ച് അതർ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആകുന്നുണ്ട്, അവർ തമ്മിൽ ഷീൽഡ് ആകുന്നില്ല. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയണൈസേഷൻ എനർജി ഇൻക്രീസസ് മോർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എനർജി. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? നെക്സ്റ്റ്, oxidation states of the first row transition metals. Oxidation states of the first row transition metals. ഇത് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. അഗെയിൻ അതുകൊണ്ടാണ് സർ ഈ ടേബിൾ എടുത്ത് ഇവിടെ ഇടുന്നത്. ഇത് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്കാൻഡിയത്തിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ടൈറ്റേനിയത്തിൻ്റെ ഈ ബോൾഡായിട്ട് മാർക്ക് ചെയ്തതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പോൾ സ്കാൻഡിയത്തിൻ്റെ ആണെങ്കിൽ +3 മാത്രമേ ഉള്ളൂ, ടൈറ്റേനിയത്തിൻ്റെ +4 ആണ്, +2 to +4 ആണ്, പക്ഷേ +4 ആണ് ഏറ്റവും മെയിൻ. വനേഡിയത്തിൻ്റെ +5 ആണ് ഏറ്റവും മെയിൻ. ക്രോമിയത്തിൻ്റെ +2 to +6, പക്ഷേ +6 ആണ്, +6 and +3 ആണ് ഏറ്റവും സ്റ്റേബിൾ. മാംഗനീസിൻ്റെ +2 to +7, പക്ഷേ +2ഉം +7ഉം ആണ് ഏറ്റവും മെയിൻ. അതേപോലെ അയണിൻ്റെ +2 +3 ഉണ്ട്, കൊബാൾട്ടിൻ്റെ +2 +3, നിക്കലിൻ്റെ +2, കോപ്പറിൻ്റെ +2, സിങ്കിൻ്റെ +2. ഓക്കെ, പക്ഷേ നിങ്ങൾ ആ റേഞ്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചൊരു കഥ നിങ്ങളുടെ NCERT പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കേ. ദ എലമെന്റ്സ് വിച്ച് ഗിവ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഒക്കർ ഇൻ ഓർ നിയർ ദ മിഡിൽ ഓഫ് ദ സീരീസ്. ഫോർ എക്സാമ്പിൾ മാംഗനീസ്, ക്രോമിയം ഒക്കെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് റേഞ്ച് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാര്യം എന്താണ്? അവർക്ക് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കാനുണ്ട് അല്ലേ. മാംഗനീസ് ഫോർ എക്സാമ്പിൾ +2 to +7 ഉണ്ട്. ആ 7 ഇലക്ട്രോണിനും മാംഗനീസിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ദ ലെസർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അറ്റ് ദി എക്സ്ട്രീം എൻഡ്സ് stems from either too few electrons to lose or too many d electrons. അതായത് നിങ്ങളിപ്പോൾ സ്കാൻഡിയത്തിൽ നോക്കുകയാണെങ്കിൽ, സ്കാൻഡിയോ സിങ്കോ നോക്കുകയാണെങ്കിൽ അവരുടെ റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വളരെ കുറവാണ്. കാര്യം എന്താണ്? ഇപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസാണെങ്കിൽ അവർക്ക് കുറച്ച് ഇലക്ട്രോൺസേ കൊടുക്കാനുള്ളൂ. സിങ്കിൻ്റെ കേസാണെങ്കിൽ ഡി ഇലക്ട്രോൺസ് അത്രയും പാക്ഡ് ആയതുകൊണ്ട് എസ് ഇലക്ട്രോൺസ് മാത്രമാണ് മേജർലി ഇൻവോൾവ് ആവുക. ഇപ്പോൾ ഡി ഇലക്ട്രോൺസ് 3d10 ആണ് അവിടെ. അപ്പോൾ എസ് ഇലക്ട്രോൺസ് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് കുഡ് ബി ഗിവൺ എസ് ലെസർ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ചാറ്റ് ബോക്സിൽ അനക്കൊന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും പോയോ? ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ഫൈൻ. ഇനി എല്ലാവരും നോക്കുക. ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് റീസണബിൾ സ്റ്റെബിലിറ്റി കറസ്പോണ്ട് ഇൻ വാല്യൂ ടു ദ സം ഓഫ് എസ് ആൻഡ് ഡി ഇലക്ട്രോൺസ് അപ് ടു മാംഗനീസ്. ഇത് ജെയിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് റീസണബിൾ സ്റ്റെബിലിറ്റി കറസ്പോണ്ട്സ് ടു സം ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ആൻഡ് ഡി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാംഗനീസിൻ്റെ സ്റ്റെബിലിറ്റി മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഓർബിറ്റൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽ. ക്രോമിയത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഓർബിറ്റൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽ, അതാണ് +6. ഇപ്പോൾ വനേഡിയത്തിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ +5 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഓർബിറ്റൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽസ്. ഇപ്പോൾ ടൈറ്റേനിയത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഓർബിറ്റൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽസ്. അതാണ് മാക്സിമം സ്റ്റെബിലിറ്റി ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് പക്ഷേ ഈ ട്രെൻഡ് കാണുന്നത് മാംഗനീസ് വരെയുള്ളൂ. ഇപ്പം
അയണിന്റെ കേസ്, ഇപ്പൊ കൊബാൾട്ടിന്റെ കേസ് എടുത്ത് നോക്കൂ. കൊബാൾട്ടിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് ഓർബിറ്റൽ ഇസ് 2, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽ ഇസ് 7. അപ്പൊ 9 അല്ലേ വരേണ്ടത്? പക്ഷെ 9 ഒന്നും ഇല്ല, അവർക്ക് +4 വരെ പോവുള്ളൂ. അപ്പൊ സം ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് പ്ലസ് ഡി, മാക്സിമം സ്റ്റെബിലിറ്റി ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരുന്നത് സം ഓഫ് ഇലക്ട്രോൺസ് ഓഫ് എസ് പ്ലസ് ഡി. ഈ ട്രെൻഡ് കാണുന്നത് മാംഗനീസ് വരെ ഉള്ളൂ, ഓൺലി ടിൽ ദ മിഡിൽ. ഓക്കെ മക്കളെ, ഫൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇനി എല്ലാവരും നോക്കിക്കേ, ഫോളോഡ് ബൈ അബ്രപ്റ്റ് ഡിക്രീസ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. പിന്നെ അങ്ങോട്ട് മാംഗനീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. നിങ്ങളിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ അയണിന്റെ കേസിൽ +6 വരെ പോവാം, പക്ഷെ അതിന്റെ സ്റ്റെബിലിറ്റി +2നും +3നും മാത്രമേ ഉള്ളൂ. കൊബാൾട്ടിന് +4 വരെയും പോവാം, പക്ഷെ +2 ആൻഡ് +3 ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ. നിക്കലിന് +4 വരെയും പോവാം, പക്ഷെ +2ന് മാത്രമേ മോസ്റ്റ് സ്റ്റേബിൾ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ആൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഇൻ ദ വേരിയബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇൻ ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇസ് നോട്ടീസ് എമംഗ് ദ ഗ്രൂപ്പ്സ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾദോ ഇൻ പി ബ്ലോക്ക് ദ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ ഫേവേർഡ്. നിങ്ങളിപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കൂ, ഇപ്പോൾ ഗ്രൂപ്പ് 13 നോക്കൂ, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. താഴത്തോട്ട് പോകുമ്പോൾ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് മോർ സ്റ്റേബിൾ, ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് താഴത്തോട്ട് പോകുമ്പോൾ +2 ബിക്കംസ് മോർ സ്റ്റേബിൾ. ലെഡിനൊക്കെ +2 ആണ് മോർ സ്റ്റേബിൾ, കാർബണ് +4 ആണ്, ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സിന് നേരെ ഉൾട്ടയാണ് സീൻ. താഴത്തോട്ട് പോകുമ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ബിക്കംസ് മോർ സ്റ്റേബിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മോളിബ്ഡനം 6 and tungsten 6 are found to be more stable than chromium 6. മോളിബ്ഡനവും ടങ്സ്റ്റനും ക്രോമിയത്തിന്റെ ഗ്രൂപ്പിലാണ്. താഴത്തോട്ട് പോകുമ്പോൾ they are more stable than chromium. ഓക്കെ മക്കളെ, ഫൈൻ. Thus chromium 6 in the form of dichromate in acidic medium is a strong oxidizing agent, whereas MoO3 and WO3 are not. Chromium 6 are strong oxidizing agents. കാര്യം എന്താ? chromium 6 അത്രയ്ക്ക് സ്റ്റേബിൾ അല്ല, അപ്പോൾ അത് ഓക്സിഡൈസിങ് ഏജന്റ് എന്നിട്ട് സ്വയം റെഡ്യൂസ് ആവും. പക്ഷെ MoO3യും WO3യും ഇവരിൽ രണ്ടുപേരിലും +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഇവർ സ്റ്റേബിൾ ആയതുകൊണ്ട് ദേ ആർ നോട്ട് വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്സ്. ഒരു ഓക്സിഡൈസിങ് ഏജന്റ് എന്താ ചെയ്യുക? ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്ത് സ്വയം റെഡ്യൂസ് ആവും. പക്ഷെ MoO3യും WO3യും അതിന് താല്പര്യപ്പെടുന്നില്ല. കാര്യം MO6ഉം W6ഉം മോളിബ്ഡനം 6 ഓക്സിഡേഷൻ സ്റ്റേറ്റും ടങ്സ്റ്റന്റെ 6 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആർ ഫെയർലി സ്റ്റേബിൾ. അതുകൊണ്ട് അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ ഫൗണ്ട് വെൻ എ കോംപ്ലക്സ് കോമ്പൗണ്ട് ഹാസ് ലിഗാൻസ് കേപ്പബിൾ ഓഫ് പൈ ആക്സെപ്റ്റർ ക്യാരക്ടർ. എന്ന് നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പഠിച്ചതാണ്. ഇപ്പോൾ നിക്കലിന് NiCO4ഉം FeCO5 ഒക്കെ, നിക്കലിന് NiCO4ഉം അയണിന് FeCO5ഉം ഫോം ചെയ്യാൻ പറ്റും. അവർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. കാര്യം ഇവിടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് പൈ ആക്സെപ്റ്റർ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു ലിഗാൻഡ് ആണ് അല്ലേ? അവർ കോർഡിനേറ്റ് ബോണ്ട് അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ബേസിക്കലി ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, അതായത് ബാക്ക് ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കുക. ദ കോമൺ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് for an element with atomic number 24. Common positive oxidation state with atomic number 24. Atomic number 24 ഏതാ? ക്രോമിയം. ക്രോമിയത്തിന്റെ റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏതാ? +2 to +6. കഴിഞ്ഞു ആൻസർ. ആ ടേബിൾ ഓർത്തിരുന്നാൽ മതി. കണ്ട 2021 ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ട്ലി ഫ്രം ദ ടേബിൾ. ഇനിയും വിശ്വാസമില്ല, ഞാൻ അടുത്ത ചോദിക്കാം. The element that usually does not show variable oxidation state. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏതാ? രണ്ടെണ്ണം മാത്രമേ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തുള്ളൂ. ഏതൊക്കെയത്? സ്കാൻഡിയവും സിങ്കും മാത്രമേ കാണിക്കാത്തുള്ളൂ. സോ ബേസിക്കലി ഇവിടെ സ്കാൻഡിയം ഉണ്ട്. ഡി ഈസ് ദി ആൻസർ. സൂപ്പർ ഡൂപ്പർ സിമ്പിൾ. 1 സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും ഇതൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ. ഈ സെക്കൻഡ്സ്, ഈ ഇവിടെ സേവ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് മാത്സിലോ ഫിസിക്സിലോ ടഫ് ക്വസ്റ്റൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് കെമിസ്ട്രിയുടെ ജാക്ക് പോട്ട് ഇരിക്കുന്നത്, അവിടെയാണ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ജാക്ക് പോട്ട്. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റൻസ് 1-2 സെക്കൻഡിൽ സോൾവ് ചെയ്യാൻ പറ്റും, നിങ്ങൾ മെമ്മറി ആലോചിച്ച് വെച്ചാൽ. ഇപ്പം നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ തലയിൽ ഇതൊക്കെ ആലോചിച്ച് വെച്ചാൽ എക്സാമിനേഷൻ ഹാളിൽ അത്രയും ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓഫ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഓഫ് Zn+ അയോൺ.
Zn plus ion ശരിക്കും ഫോം ചെയ്യില്ല, ഇറ്റ്സ് ഹൈലി അൺസ്റ്റേബിൾ. പക്ഷെ നമുക്ക് നോക്കാം, Zn എന്ന് പറയുമ്പോൾ 4s2 3d10 ആണ്. അപ്പോൾ Zn പ്ലസ് എന്താവും, യു ആർ റിമൂവിങ് 1 ഇലക്ട്രോൺ ഫ്രം 4s, സോ ഇറ്റ് ബിക്കംസ് 4s1 3d10. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ, s ഓർബിറ്റലിലാണ് ആ ഇലക്ട്രോൺ ഇരിക്കുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വിൽ ബി 0. s ഓർബിറ്റലിലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താ കൂട്ടന്മാരെ, 0 ആണ് അല്ലേ മക്കളെ, അല്ലേ? നെക്സ്റ്റ്, identify the element for which the electronic configuration in +3 oxidation state is 3d5, argon 3d5, argon 3d5 +3 oxidation state. ഏതാ മക്കളെ, നേരെ തന്നെ പൂശിക്കോ. അയണിന്റെ കോൺഫിഗറേഷൻ എന്താ, 3d6 4s2. അപ്പോൾ Fe3+ എന്ന് പറയുമ്പോൾ യു ആർ റിമൂവിങ് 3 ഇലക്ട്രോൺസ്, ഇറ്റ് ബിക്കംസ് 4s0 3d5. സിമ്പിൾ അയൺ. 2021 ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോക്കിക്കേ എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന്. കാര്യം അറിഞ്ഞാൽ കാര്യം നിസാരം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കിടക്കാം ട്രെൻഡ്സ് ഇൻ M2+/M സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് സാറ് പറഞ്ഞു തരണ്ടല്ലോ, ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചവരല്ലേ. ടെൻഡൻസി ഫോർ M2+ ടു ബിക്കം M2+ ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ടു M, അതാണ് ട്രെൻഡ്സ് ഇൻ, അതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാറ് ഇതിൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത ഹെൽപ്പ് സാറ് ചെയ്ത് തന്നിട്ടുണ്ട്, M2+ ടു M. ഞാൻ പറഞ്ഞില്ലേ ടേബിൾ 8.2 ഇവിടെ കൊടുത്തിട്ടുണ്ട് M2+ ടു M-ൻ്റെ വാല്യൂസ്. അത് വെച്ചിട്ട് സാർ ഓർഡർ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ഓർഡർ മനസ്സിൽ വെക്കുക, M2+ ടു M. കോപ്പർ ആണ് ഏറ്റവും ഹയസ്റ്റ്. കോപ്പർ ഹാസ് ദ ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കണം, നിങ്ങൾക്ക് തന്നെ അറിയാം കോപ്പറിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ, ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും കോപ്പറിൻ്റെ വാല്യൂസ് പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. പോസിറ്റീവ്, അതായത് ഹൈഡ്രജനയിലും ഇപ്പൊ ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കോപ്പർ വെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് ഇറ്റ് കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. കോപ്പർ കനോട്ട് ഗെറ്റ് കൺവേർട്ടഡ് ടു Cu2+ ആൻഡ് കോപ്പർ കനോട്ട് റെഡ്യൂസ് ഹൈഡ്രജൻ. കാര്യം എന്താ, കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ Cu2+ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് പോസിറ്റീവ്. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. അതിന്റെ റീസൺ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. The unique behavior of copper having positive electrode potential, as in reduction potential, accounts for its inability to liberate H2 from acids. അല്ലേ, നിങ്ങൾക്കറിയാം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജൻ 0 ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് ഹൈഡ്രജനെ ആസിഡ്സിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് ഹൈഡ്രജനെ ആസിഡ്സിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ, ഇപ്പൊ സോഡിയം മഗ്നീഷ്യം ഒക്കെ. പക്ഷെ കോപ്പറിന് പറ്റില്ല. അതെന്തുകൊണ്ടാണ് കോപ്പറിന് ഇത്രയും? അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദ ടെൻഡൻസി ഓഫ് Cu2+ ടു ടേക്ക് 2 ഇലക്ട്രോൺസ് ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ടു Cu ഇസ് പോസിറ്റീവ്. ഭയങ്കര ഹൈ ആണ് കമ്പയർ ടു ഹൈഡ്രജൻ. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ബിക്കോസ് ദ ഹൈ എനർജി ടു ട്രാൻസ്ഫോം Cu ടു Cu2+. മക്കളെ, ഇപ്പൊ Cu2+ സാമാന്യം സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. Cu2+ സാമാന്യം സ്റ്റെബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ Cu2+ ഒരിക്കലും ഇലക്ട്രോൺസ് എടുത്തിട്ട് Cu ആവാൻ താല്പര്യപ്പെടില്ല. നേരെ തിരിച്ച് സംഭവിക്കും, Cu ബിക്കംസ് Cu2+. പക്ഷെ Cu2+ന്റെ സ്റ്റെബിലിറ്റി വിചാരിച്ച പോലെ ഇല്ല, ഒട്ടുമില്ല എന്നൊന്നുമല്ല പറയണത്. സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ, സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്, അതിന് നന്നായിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ Cu2+ അയോൺസിന്റെ സ്റ്റെബിലിറ്റി ഇസ് നോട്ട് ബാലൻസ്ഡ് ബൈ ഇറ്റ്സ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ദാറ്റ് മീൻസ് ദ എനർജി റിക്വയർഡ് ടു കൺവേർട്ട് Cu ടു Cu2+, Cuയിൽ നിന്ന് 2 ഇലക്ട്രോൺ എടുത്തു കളയാനുള്ള എനർജി ഇസ് നോട്ട് ബാലൻസ്ഡ് ബൈ ദ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്താണെന്ന് അറിയാലോ, Cu2+ ഗെറ്റിംഗ് കവേർഡ് ബൈ സോൾവെന്റ്. ഈ സോൾവെന്റ് പൊതിഞ്ഞു കഴിയുമ്പോൾ എനർജി റിലീസ് ആവും. അപ്പോൾ ഒരു അയോൺ ഫോം ചെയ്യുമ്പോൾ, ഇപ്പൊ Li+ ഇസ് വെരി സ്റ്റേബിൾ. കാര്യം Li+ ഫോം ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർലി ഹൈഡ്രേഷൻ നടക്കും, കുറെ എനർജി റിലീസ് ആവും, ആൻഡ് ഇറ്റ് ബാലൻസസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദി ഇലക്ട്രോൺ. Cu2+ന്റെ കേസിൽ അത് നടക്കുന്നില്ല. കമ്പാരിറ്റീവ്ലി നടക്കുന്നുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല എനർജി റിലീസ് നടക്കുന്നുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി അത് കുറവാണ്. അതുകൊണ്ടാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അത്രയും ഹൈ ആയിട്ട് കിടക്കുന്നത്. അതായത് ടെൻഡൻസി ഓഫ് Cu ടു ബിക്കം Cu2+ ഇസ് വെരി ലെസ്. ടെൻഡൻസി ഓഫ് Cu2+ ടു ബിക്കം Cu ഇസ് വെരി ഹൈ. Cu ടു ബിക്കം Cu2+ ഇസ് വെരി ലെസ്. വെരി ലെസ് എന്ന് വെച്ചാൽ ലെസ്. Cu2+ ടു Cu ടെൻഡൻസി ഇസ് ഹയർ, പോസിറ്റീവ് വാല്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഗോട്ട് ഇറ്റ്. ബാക്കി എല്ലാവരുടെയും വാല്യൂസ് 3D സീരീസ് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരുടെയും വാല്യൂസ് നെഗറ്റീവാണ്. ബാക്കി എല്ലാവരുടെയും വാല്യൂസ് നെഗറ്റീവാണ്. ഓക്കെ, അത് സാർ ഈ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് കീപ് ദി ഓർഡർ ഇൻ മൈൻഡ്. അതേപോലെ തന്നെ M3+ ടു M2+,
M3 plus to M2 plus റിഡക്ഷൻ പൊട്ടൻഷ്യലിനും സർ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതും ഈ ടേബിളിൽ നിന്ന് തന്നെയാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് M3 plus to M2 plus അതും കൊടുത്തിട്ടുണ്ട്. അതും നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്യണം, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ട്രെൻഡ്സ് ഇൻ M3 plus to M2 plus സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം എന്താണ് NCERT പറയുന്നതെന്ന്. The examination of M3 plus to M2 plus values, M3 plus to M2 plus values shows the varying trends. The low value of scandium reflects the stability of Se3 plus. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ജെയിൽ, why Se3 plus has very low value of M3 plus to M2 plus? Because Se3 plus is stable. Se3 plus fully filled configuration ആണ് scandium 3 plus. അതുകൊണ്ട് അതിന് റെഡ്യൂസ് ആവാൻ തോന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം Li+ന്റെ പോലെ Li+ന്റെ ഒക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അത്രയും കുറവല്ലേ? കാര്യം എന്താണ്? Li+ അങ്ങനെ തന്നെ നിൽക്കും. അതേപോലെ Se3 plus അങ്ങനെ തന്നെ നിൽക്കും, അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അത്രയും കുറവായിരിക്കും, അതിനെ റെഡ്യൂസ് ചെയ്യാൻ തോന്നില്ല. അതേപോലെ തന്നെ ദ ഹൈ വാല്യൂ ഓഫ് സിങ്ക് is due to the removal of an electron from the stable D10 configuration of Zn2 plus. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം Zn2 പ്ലസിന് Zn3 plus to Zn2 plus എന്തായാലും പെട്ടെന്ന് നടക്കും. ഹൈ വാല്യൂ ആയിരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ. കാര്യം എന്താ? Zn3 plus is exceptionally unstable, Zn2 plus is stable. അപ്പോൾ Zn3 plus to Zn2 plus പെട്ടെന്ന് നടക്കും. കാര്യം Zn2 plus has fully filled configuration. Okay, the comparatively high value of manganese shows that Mn2 plus is particularly stable. Mn2 plus ne Mn3 plus to Mn2 plus high value ആയിരിക്കും, കാര്യം Mn2 plus is stable അല്ലേ? അതേപോലെ കമ്പാരിറ്റീവ്ലി ലോ വാല്യൂ ഓഫ് അയൺ. ഇപ്പം നിങ്ങൾ നോക്കുക, അയണിൻ്റെ കേസ് Fe3 plus to Fe2 plus റിഡക്ഷൻ പൊട്ടൻഷ്യൽ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. കാര്യം എന്താ? Fe3 plus D5 കോൺഫിഗറേഷൻ ആണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ ഒരു അൺസ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പോകാൻ ഒന്ന് മടിക്കും. അപ്പോൾ Fe3 plus to Fe2 plus റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ലോവർ. ഗോട്ട് ഇറ്റ്? അതേപോലെ കമ്പാരിറ്റീവ്ലി ലോ വാല്യൂ ഓഫ് വനേഡിയം. ഇപ്പോൾ വനേഡിയത്തിൻ്റെ കേസും V3 plus to V2 plus ലോ ആണ്. കാര്യം എന്താ? V3 പ്ലസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും നോക്കിക്കേ, V3 പ്ലസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് എ കോൺഫിഗറേഷൻ? 4s0 3d3. ഈ 3d3 ഇലക്ട്രോൺസ് പോയി നിൽക്കുന്നത് T2g ഓർബിറ്റൽസിലാണ്. നിങ്ങൾക്കറിയാലോ T2g അല്ലേ മക്കളെ? ഇപ്പോൾ വനേഡിയം 3+ വെള്ളത്തിലിടുകയാണ്, ഒക്ടൈഡൽ കോംപ്ലക്സ് ഫോം ചെയ്യാണ്, അപ്പോൾ സ്പ്ലിറ്റിംഗ് നടക്കും. ഈ 3 ഇലക്ട്രോൺസും T2gയിലായിരിക്കും. ഹാഫ് ഫിൽഡ് T2g കോൺഫിഗറേഷൻ, ദാറ്റ് സ്റ്റേബിൾ. അപ്പോൾ V3 plus ഇസ് മോർ സ്റ്റേബിൾ ദാൻ V2 plus. അതുകൊണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഓക്കെ, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി എല്ലാവരും നോക്കിക്കേ, an examination of E0 values for the redox couple M3 plus / M2 plus shows that Mn3 plus and CO3 plus ions are strong oxidizing agents. കാര്യം എന്താ? Mn3 പ്ലസും CO3 പ്ലസും അവർ അൺസ്റ്റേബിളാ, അവർ സ്വയം റെഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ട് ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്യും. Mn3 പ്ലസ് നോക്കുമ്പോൾ ഞാൻ അൺസ്റ്റേബിളാ, ഞാൻ Mn2 പ്ലസ് ആവാൻ പോവാ, അപ്പം ഞാൻ ഇലക്ട്രോണിനെ എടുക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്യും. അതേപോലെ തന്നെ CO3 പ്ലസ്. നേരെ മറിച്ച് Ti2 പ്ലസ് V2 പ്ലസ് Cr2 പ്ലസ് ആർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ്. കാര്യം എന്താ? ഇപ്പോൾ ക്രോമിയത്തിൻ്റെ കേസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രോമിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ Cr2 പ്ലസ് ക്യാൻ റീപ്ലേസ് H പ്ലസ് ഫ്രം ആൻ ആസിഡ്, ഹൈഡ്രജൻ ഫ്രം ആൻ ആസിഡ്. കാര്യം Cr2 പ്ലസ് ടെൻഡൻസി ടു ബിക്കം, അല്ലെങ്കിൽ Cr3 പ്ലസ് / Cr2 പ്ലസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. കാര്യം ബിക്കോസ് Cr3 പ്ലസ് ഇസ് മോർ സ്റ്റേബിൾ. അപ്പോൾ Cr2 പ്ലസിനെ ഒരു ആസിഡായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ H പ്ലസിനെ റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് സ്വയം ഓക്സിഡൈസ് ആവും. ദാറ്റ് മീൻസ് ദേ ആർ ഗുഡ് റെഡ്യൂസിങ് ഏജൻസ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി നിങ്ങൾ ഈ ടേബിൾ ശ്രദ്ധിക്കുക. ദിസ് ടേബിൾ പ്ലീസ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അതായത് 3D സീരീസ് ഫോം ചെയ്യുന്ന ഹാലൈഡ്സിൻ്റെ ലിസ്റ്റാണിത്. 3D സീരീസ് ഫോം ചെയ്യുന്ന ഹാലൈഡ്സിൻ്റെ ലിസ്റ്റ് ടേബിൾ 8.5 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അയണിൻ്റെ +3 സ്റ്റേറ്റിലെ ഹാലൈഡ്സ് FeX3,
can be formed from എല്ലാവരും നോക്കിക്കേ മക്കളെ, ദേ ഫ്ലൂറിൻ വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് ഇവർ തന്നെ ഒരു ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ദേ ഈ ഒരു ഡേറ്റ കണ്ടോ നിങ്ങൾ? ഇപ്പോൾ Cu2+ ഡസ് നോട്ട് ഫോം Cu2 ഫോം ചെയ്യില്ല. കാര്യം എന്താണെന്നറിയോ? ഈ Cu2+ I- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Cu2 I2 ഫോം ചെയ്യും. Cu2+ does not form Cu2. Cu2+ does not form Cu2 because I- can reduce Cu2+. Got it? Is that clear, my dear students? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, Cu2+ന്റെ സ്റ്റെബിലിറ്റി is greater than Cu+ന്റെ സ്റ്റെബിലിറ്റി. The stability of Cu2+ is more than Cu+. അത് വേറൊരു കാര്യമാണ്. I- അത്രയും സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇൻ ജനറൽ Cu2+ന്റെ സ്റ്റെബിലിറ്റി is more than Cu+ because hydration enthalpy of Cu2+ is very high. Cu2+ വെള്ളത്തിലിടുമ്പോൾ അതിനെ ഹൈഡ്രേറ്റ് ചെയ്ത് എനർജി കുറേ റിലീസ് ആവും. അതിൻ്റെ സ്റ്റെബിലിറ്റി അത്രയും ഹൈ ആണ്. പക്ഷേ Cu2 ഫോം ചെയ്യില്ല. Cu2 ഫോം ചെയ്യും, Cu2 ഫോം ചെയ്യില്ല. ഓക്കെ, ഫൈൻ. ഇനിയുള്ള വലിയൊരു പോയിന്റ് ആണ് ദ എബിലിറ്റി ഓഫ്, എല്ലാവരും നോക്കിക്കേ മക്കളെ, the ability of oxygen to stabilize high oxidation states of D block elements. മക്കളെ D block elements in the higher oxidation states, for example manganese in the +7 ഒക്കെ, it usually happens with oxygen. ഓക്സിജനോ ഫ്ലൂറിനോ ആണ് ബേസിക്കലി ഇവരെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് തള്ളാൻ പറ്റുക. പക്ഷെ അതിൽ തന്നെ ഓക്സിജന് ഒരു സ്പെഷ്യൽ കഴിവുണ്ട്. ഓക്സിജൻ ഹാസ് ഹയർ എബിലിറ്റി ടു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് മക്കളെ, the ability of oxygen to form multiple bonds to metals explains its superiority. Superiority in what? In forming higher oxidation states for the metals. For example, ഇപ്പോൾ Mn2O7 എടുക്കുകയാണ്, അതിൽ മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. MnO4- എടുക്കുകയാണ്, അതിൽ മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതെല്ലാം ഓക്സിജന്റെ ഒപ്പം പെട്ടെന്ന് പറ്റും, ഫ്ലൂറിൻ്റെ ഒപ്പം പറ്റില്ല. കാര്യം ഫ്ലൂറിൻ ഒരു ബോണ്ടേ ഫോം ചെയ്യുള്ളൂ, ഓക്സിജൻ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യും. ഇപ്പോൾ MnO4- എടുക്കുകയാണെങ്കിൽ 4 ഓക്സിജൻ വിചാരിച്ചാൽ മതി മാംഗനീസിന് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടാനായിട്ട്. പക്ഷെ ഫ്ലൂറിന്റെ കേസിൽ 7 ഫ്ലൂറിൻ വിചാരിക്കേണ്ടി വരും, 7 എണ്ണം മാംഗനീസിന് ചുറ്റും വരേണ്ടി വരും അതിന് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ ബേസിക്കലി ഓക്സിജൻസ് എബിലിറ്റി ടു ഫോം ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വിത്ത് ദ D block elements, അല്ലെങ്കിൽ to make high oxidation states for D block elements is higher than fluorine. ഫ്ലൂറിനേലും ഹയർ സുപ്പീരിയോറിറ്റി ഉണ്ട് ഓക്സിജന് D block elementsന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ, ഗോട്ട് ഇറ്റ്? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പ്ലീസ് നോട്ട് ഇറ്റ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ആ പാരഗ്രാഫ് അടക്കം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം. The correct order of following 3D metal oxides according to their oxidation number is correct order ആണ് ചോദിച്ചിരിക്കുന്നത്. CrO3 ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +6. Fe2O3 അയണിൻ്റെ എത്രയാ? +3. MnO2 എത്രയാ? +4. B2O5 വനേഡിയത്തിൻ്റെ എത്രയാ? +5. Cu2O കോപ്പറിൻ്റെ എത്രയാ? +1. So what is the order? A greater than D, greater than C, greater than B, greater than E. A അല്ലേ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വരിക അല്ലേ മക്കളെ? ആണോ? ചാറ്റ് ബോക്സിൽ ഒരു തംസപ്പ് ഇട്ടേടാ മക്കളെ, സെറ്റാണോ? സെറ്റ് മസാലയാണോ? ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കിക്കേ, the correct order of E0 M2+/M values with negative sign for the 4 successive elements, order of magnitude. കണ്ട 2010 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് E0 of M2+/M. ആ ഓർഡറാണ് സാറ് നേരത്തെ തന്നിരുന്നത്.
ഈ ഓർഡർ വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓർഡർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ സാർ പറഞ്ഞത്. ദ ഓർഡർ വിൽ ബി മാംഗനീസ് ഗ്രേറ്റർ ദാൻ ക്രോമിയം ഗ്രേറ്റർ ദാൻ Fe ഗ്രേറ്റർ ദാൻ കൊബാൾട്ട്. ഓക്കെ, നേരത്തെ കാണിച്ച ഓർഡറിൽ തന്നെ അതിൽ നിന്ന് 4 എണ്ണം എടുത്തു. കോപ്പറാണ് ഏറ്റവും ഹയസ്റ്റ്, കോപ്പർ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ മാഗ്നിറ്റ്യൂഡ്സ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്കറിയാം കോപ്പർ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ്സ് നോക്കുമ്പോൾ നേരെ തിരിച്ച് ഓർഡർ വരും അല്ലേ. ബാക്കിയെല്ലാം നെഗറ്റീവാണ്, കോപ്പർ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ്സ് നോക്കുമ്പോൾ ഓർഡർ നേരെ തിരിച്ചു വരും. മാംഗനീസിന് ഹയസ്റ്റ് വരും അല്ലേ. ഇപ്പോൾ വനേഡിയം ടൈറ്റേനിയം ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നില്ല. മാംഗനീസും പിന്നെ ഏതൊക്കെയാണ്, ക്രോമിയം കൊബാൾട്ടൊക്കെ അല്ലേ വന്നത്. അപ്പോൾ മാംഗനീസ് ഗ്രേറ്റർ ദാൻ ക്രോമിയം ഗ്രേറ്റർ ദാൻ കൊബാൾട്ട് അല്ലേ, മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ അല്ലേ മക്കളെ. മാംഗനീസ് ഗ്രേറ്റർ ദാൻ ക്രോമിയം ഗ്രേറ്റർ ദാൻ അയൺ ഗ്രേറ്റർ ദാൻ കൊബാൾട്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും നോക്കിക്കേ മക്കളെ. The electrode potential of M2+/M of 3D series shows positive values for M2+/M. പോസിറ്റീവ് വാല്യൂസ് ആർക്കാ കാണിക്കുക? JEE 2021 ക്വസ്റ്റ്യൻ ആണ്, ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ. പോസിറ്റീവ് വാല്യൂസ് ആർക്കാ ഉള്ളത്? കോപ്പറിന് മാത്രമേ പോസിറ്റീവ് വാല്യൂ ഉള്ളൂ, അത് ഓർത്തിരിക്കാം അല്ല. M2+/M റിഡക്ഷൻ പൊട്ടൻഷ്യൽ കോപ്പറിന് മാത്രമാണ് പോസിറ്റീവ് വാല്യൂ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are correct? The M3+/M2+ reduction potential for iron is greater than manganese. Allah. Ano. Iron is greater than M3+/M2+ reduction potential for iron is greater than manganese. Sir, a list നോക്കിയേ മക്കളെ. M3+/M2+ ലിസ്റ്റ് നോക്കൂ, ഈ ലിസ്റ്റ് നോക്കൂ. Manganese is greater than iron. മാംഗനീസ് ഇസ് ഗ്രേറ്റർ ദാൻ അയൺ. അതുകൊണ്ട് അതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, ഈ ഓർഡറിൽ നിന്ന് വന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ അല്ലേ. മാംഗനീസ് ഇസ് ഗ്രേറ്റർ ദാൻ അയൺ. സോ ബേസിക്കലി ഇത് ഫോൾസ് ആണ്. ദിസ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ദ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഫസ്റ്റ് റോ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ ഓക്സൈഡ് അയോൺ. ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ ഓക്സിജൻ, ബിക്കോസ് ഓക്സിജൻ ക്യാൻ ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ്. അപ്പോൾ ദാറ്റ് ഇസ് ട്രൂ. അതേപോലെ aqueous solution of Cr2+ can liberate hydrogen from dilute acid. ഇപ്പം നമ്മൾ കണ്ടുള്ളൂ Cr2+ H+ giving you H2 plus Cr3+. കണ്ടില്ലേ നമ്മളിപ്പോൾ ആ റിയാക്ഷൻ? നമ്മളിപ്പോൾ കണ്ടുള്ളൂ Cr2+ H+ giving you Cr3+ H2. NCERT-ലുള്ള റിയാക്ഷൻ ആണത്. So that is true. Magnetic moment of V2+ is observed between 4.5 to 5.2. Magnetic moment എന്ന് വെച്ചാൽ എന്താ? root of n into n+2. n is a number of unpaired electron. V2+ എത്ര unpaired electron ഉണ്ട്? V2+ എത്ര unpaired electron ഉണ്ട് മക്കളെ? ഇതിന് 3 unpaired electron ഉണ്ട്. അപ്പോൾ root of 3 into 3+2 അതായത് root of 15 വരും. root of 15 എന്ന് പറയുമ്പോൾ 4ന് താഴത്തല്ലേ വരുള്ളൂ, 4ന് ലെസ് അല്ലേ വരുള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഫോൾസ്. സോ ബി ആൻഡ് സി ഇസ് ട്രൂ, ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. കാരണം പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മക്കളെ. മറന്നു പോവും. അതിന് എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ സാർ ഈ എടുത്ത ക്ലാസ് തന്നെ കണ്ടാൽ മതി. എക്സ്പ്ലെയിൻ നിങ്ങൾക്കിപ്പോൾ വായിക്കാൻ മടിയുണ്ടെങ്കിൽ, അതുകൊണ്ടല്ല സാർ ഇത്ര എഫേർട്ട് എടുത്തത്, നിങ്ങൾക്ക് ആ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു തരണം. ഇറ്റ് ബിക്കംസ് ഈസി ഫോർ യു ടു ഇന്റർപ്രറ്റ്. പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും മക്കളെ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് നമുക്ക് കിടക്കാം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അറിയാലോ മക്കളെ. There are 2 types of behavior, diamagnetism and paramagnetism. Diamagnetic substances are repelled by an applied field. Paramagnetic substances are attracted. Substances which are attracted very strongly are said to be ferromagnetic. Solid state നമ്മൾ പഠിച്ചിട്ടുണ്ട്. For them to show paramagnetic behavior, at least one unpaired electron should be there. Magnetic moment in the value in the root of n into n+2. Okay, n is a number of unpaired electrons. Bohr magneton ആണ് യൂണിറ്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഇസ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ഓഫ് എ ഡൈവാലന്റ് മെറ്റൽ അയോൺ വിത്ത് അറ്റോമിക് നമ്പർ 25? 2021 ഈസി പീസി ക്വസ്റ്റ്യൻ. അറ്റോമിക് നമ്പർ 25 എന്ന് പറയുമ്പോൾ മാംഗനീസ് ആണ്. ഡൈവാലന്റ് അയോൺ എന്ന് പറയുമ്പോൾ Mn2+. Mn2+ന്റെ കോൺഫിഗറേഷൻ എന്താ? 4s0 3d5. എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 അൺപെയർഡ് ഇലക്ട്രോൺ. സോ റൂട്ട് ഓഫ് 5 into 5 plus 2, that is root of 35, which is close to 5.92 will be the answer. ടക്കുന്ന ആൻസർ കിട്ടും. മനസ്സിലായി? ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, ഇതിലൊന്നും ഇത്ര വലിയ ആലോചിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് നിങ്ങൾക്കറിയാം കോംപ്ലക്സ് ഫോർമേഷൻ. ഡി ബ്ലോക്ക് എലമെന്റ്സ് ക്യാൻ ഈസിലി ഫോം കോംപ്ലക്സ്. The transition metals forms a large number of complex compounds. അറിയാലോ മക്കളെ, ദിസ് ഇസ് ഡ്യൂ ടു ദ കമ്പാരിറ്റീവ്ലി സ്മോൾ സൈസ്. ഈ സൈസ് സ്മോൾ ആകുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ലിഗാൻസിന് ചുറ്റും വരാൻ എളുപ്പവും. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ് ചെറുതാ, കുട്ടിയാണ്, അപ്പോൾ ലിഗാൻസിന് ചുറ്റും വരാൻ എളുപ്പവും, കോംപ്ലക്സ് ഫോർമേഷൻ എളുപ്പവും. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ലിഗാൻസിന് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ എളുപ്പവും. കോർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? ലോൺ പെയർ കൊണ്ടുവന്ന് വേക്കൻറ്റ് ഓർബിറ്റലിൽ പാർക്ക് ചെയ്യുന്നു, അല്ലെ? ഒരു കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ കൂടുതൽ ഡി ഓർബിറ്റൽസ് ഉണ്ട് വേക്കൻ്റ് ആയിട്ട്, കോംപ്ലക്സ് ഫോർമേഷൻ എളുപ്പവും. അതേപോലെ തന്നെ ദെയർ ഹൈ അയോണിക് ചാർജ്. 3 റീസൺസ് ആണ്. ഒന്ന് സ്മോൾ സൈസ്, ഹൈ അയണിക് ചാർജ്. ഇപ്പം നിങ്ങൾ നോക്കൂ, Fe3+ എന്ന് പറഞ്ഞാൽ വെരി ഹൈ അയണിക് ചാർജ് അല്ലേ? അതുകൊണ്ട് തന്നെ അതിന് ലിഗാൻസിനെ അട്രാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ലിഗാൻസ് ആർ കമ്മിങ് വിത്ത് ലോൺ പെയർ. Fe3+ നല്ല പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് ലിഗാൻസിനെ അടുത്തേക്ക് വിളിക്കും, മാടി വിളിക്കും. സോ ബേസിക്കലി ദീസ് ആർ ദ 3 റീസൺസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് കോംപ്ലക്സ് ഫോർമേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്? This is due to the comparatively smaller size of the metal ions. അത് correct ആണ്. Due to the ability of metal atoms to act as Lewis acids since their availability of D, അതും correct ആണ്. Due to their high ionic charge, അതും correct ആണ്. Due to their ability to adopt multiple oxidation states, അത് correct അല്ല. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇതൊക്കെ. NCERTയിലുള്ള പോയിന്റ്സ് ആണ് ഇത്. എവിടെ നിന്ന് എടുത്ത പോയിന്റ് അല്ല ഇത്, ഞാൻ സ്ലൈഡിൽ ടൈപ്പ് ചെയ്ത പോയിന്റ്സ് അല്ല, ഇത് NCERTയിൽ നിന്ന് എടുത്ത പോയിന്റ്സ് ആണ് ഇതൊക്കെ. മനസ്സിലാക്കുക. അതാണ് സാറ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. NCERT ലൈൻ ബൈ ലൈൻ വായിച്ചാൽ DNF ബ്ലോക്ക്, P ബ്ലോക്ക് എലമെന്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. 1-2 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അത്രയും ടൈം നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, മാത്സിലൊക്കെ ഡിവോട്ട് ചെയ്യാൻ പറ്റും. മാത്സ് എന്തായാലും ലെങ്തി ആയിരിക്കുമല്ലോ, യൂഷ്വലി ലെങ്തി ആവാറാണ് പതിവ്. നെക്സ്റ്റ്, കാറ്റാലിറ്റിക് പ്രോപ്പർട്ടീസ്. കാറ്റാലിറ്റിക് പ്രോപ്പർട്ടീസ് ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, their ability to adopt multiple oxidation states. Okay, their ability to adopt multiple oxidation states and their ability to form complexes. Multiple oxidation states and their ability to form complexes. അതിൻ്റെ ഉത്തമ ഉദാഹരണം നിങ്ങളുടെ NCERTയിലുണ്ട്. ഇതിൻ്റെ ഉത്തമ ഉദാഹരണം നിങ്ങളുടെ NCERTയിലുണ്ട്. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഈ ഒരു റിയാക്ഷൻ എടുക്കൂ. Iodide plus persulfate ions. Iodide getting oxidized to I2, persulfate getting reduced to SO4 2-. ഈ റിയാക്ഷൻ Fe3+ വെച്ചിട്ട് കാറ്റലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? Fe3+ ഇടുമ്പോൾ Fe3+ റിയാക്ട്സ് വിത്ത് I-. Fe3+ റെഡ്യൂസ് ആവും, I- ഓക്സിഡൈസ് ആവും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടി, I2 കിട്ടി. ഇനി ഈ Fe2+ പെർസൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe2+ ഓക്സിഡൈസ് ആയിട്ട് Fe3+ലേക്ക് വരും. അതായത് കാറ്റലിസ്റ്റ് തിരിച്ചു കിട്ടി. പെർസൾഫേറ്റ് SO4 2- പോകും. നോക്കിയാൽ നമുക്ക് 2 പ്രോഡക്റ്റും കിട്ടി. നമുക്ക് നേരത്തെ കിട്ടി അതേ പ്രോഡക്ട്സ് തന്നെ എവിടെയും കിട്ടി. കാറ്റലിസ്റ്റ് തിരിച്ച് Fe3+ലേക്ക് എത്തി. സോ Fe3+ ഇസ് എ കാറ്റലിസ്റ്റ്. ഇതിനെ ബേസ് ചെയ്ത് JEE മെയിൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് ക്വസ്റ്റ്യനിൽ ബേസിക്കലി റിസൾട്ട് എങ്ങനെയായിരുന്നു? ക്യാൻ അയൺ ഫോം FeI3? ക്യാൻ അയൺ ഫോം FeI3? ഇത് 2021 ആണെന്ന് തോന്നുന്നു. 2021-20. ഇറ്റ് കൻ നോട്ട്. കാര്യം Fe3+ reacts with I-. Fe3+ reacts with I- to form Fe2+ and I2. അപ്പോൾ FeI3 ഫോം ചെയ്യാൻ പറ്റില്ല. Fe3+ഉം I- കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ റിയാക്ഷൻ അവർ തമ്മിൽ നടക്കും. കണ്ട, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ് അവന്മാർ ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഫൈൻ ഫൈൻ കൂൾ. നെക്സ്റ്റ് നമുക്ക് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിലേക്ക് പോകാം. ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്
are those which are formed when small atoms like hydrogen, carbon, nitrogen are trapped inside the crystal lattices of metal. നമ്മൾ ഈ മെറ്റലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചെറിയ ആറ്റംസ് സ്റ്റക്കായി നിൽക്കുന്നതാണ് ഇൻറ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്, കാർബണോ ഹൈഡ്രജനോ നൈട്രജനോ പോലെ. ഫോർ എക്സാമ്പിൾ TiC, Mn4n, Fe3H, BH0.56, TiH1.7. ഓക്കെ, ഇവരൊക്കെ മിക്കതും നോൺ സ്റ്റോക്കിയോമെട്രിക് ആണ്. നിങ്ങളിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം BH0.56 നോൺ സ്റ്റോക്കിയോമെട്രിക് ആണ്. നോൺ സ്റ്റോക്കിയോമെട്രിക് എന്ന് വെച്ചാൽ എന്താ, ഹോൾ നമ്പർ റേഷ്യോയിലല്ല. ഇപ്പം നിങ്ങളൊരു 10 വനേഡിയം എടുക്കുകയാണെങ്കിൽ 10 അല്ലെങ്കിൽ ഒരു 100 വനേഡിയം എടുക്കുകയാണെങ്കിൽ അതിൽ 56 ഹൈഡ്രജൻ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. അതാണ് ഈ ഒരു റേഷ്യോ കിട്ടുന്നത്. ബിക്കോസ് റാൻഡം ആയിട്ട് ദേ ആർ നോട്ട് ഫോമിങ് ബോൺഡ്സ്, ദേ ആർ ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ. അവർ ബോൺഡ്സ് അല്ല ഫോം ചെയ്യുന്നത്, ഈ സ്മോൾ ആറ്റംസ് ആർ ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഇൻറ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങളുടെ NCERTയിൽ ഉള്ളത് തന്നെയാണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ഹയർ ദാൻ ദോസ് ഓഫ് പ്യുവർ മെറ്റൽസ്. ദേ ആർ വെരി ഹാർഡ്. സം ബോറൈഡ്സ് അപ്രോച്ച് ഡയമണ്ട് ഇൻ ഹാർഡ്നെസ്. ദേ റീറ്റെയിൻ മെറ്റാലിക് കണ്ടക്ടിവിറ്റി. ദേ ആർ കെമിക്കലി ഇനേർട്ട്. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു 2019. The statement that is incorrect about the interstitial compounds. First statement is they are chemically reactive. ഇവിടെ നമ്മൾ പഠിച്ചു they are chemically inert. So basically this is the answer. This is the incorrect statement. കണ്ട, direct questions ആണ് മക്കളെ വരിക. Got it? പിന്നെ ഉള്ളത് colored compounds. പ്ലീസ് ഈ ചാർട്ട് ഓർമ്മ വയ്ക്കുക. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഡിഫറെൻറ്റ് അയോൺസിൻ്റെ കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഓർമ്മ വെച്ചേ പറ്റൂ. JEE മെയിൻസിനും അഡ്വാൻസിനും ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഇഷ്ടം പോലെ പ്രാവശ്യം. ഓക്കെ സാർ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, 2021. ഇൻ ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ കളേഴ്സ് ഓഫ് ദ Fe2+ ആൻഡ് Fe3+ അയോൺസ് ആർ. ഇതിൽ ഈ റിയാക്ഷൻ പോലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. Fe2+നെയും Fe3+നെയും കളറാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. Fe2+ is green in color, Fe3+ is yellow in color. Green and yellow are the answers. C will be the answer. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ ടേബിൾ ഓർത്ത് വയ്ക്കാൻ പറയുന്നത്. സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഓക്സൈഡ്സ് ആൻഡ് ഓക്സോ ആനയോൺസ് ഓഫ് മെറ്റൽസ്. അതായത് കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക് കയറുകയാണ്. നമുക്കിനിയൊരു 30 മിനിറ്റും കൂടി ഇരുന്നാൽ മതി മക്കളെ. എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനിയുള്ളത്. ഓൾ ദ മെറ്റൽസ് എക്സെപ്റ്റ് സ്കാൻഡിയം ഫോംസ് MO ഓക്സൈഡ്സ്. MO എന്ന് പറയുമ്പോൾ ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റും ഒരു ഓക്സിജനും. The highest oxidation number in the oxides coincides with the group number and is attained in Sc2O3 and Mn2O7. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഓഫ് സ്കാൻഡിയം എത്രയാണ്? 3. സ്കാൻഡിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 3. ഗ്രൂപ്പ് നമ്പർ ഓഫ് മാംഗനീസ് ഏതാ? 7. മാംഗനീസിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 7. ഗ്രൂപ്പ് നമ്പർ ഓഫ് ക്രോമിയം എത്രയാണ്? 6. ക്രോമിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 6. ഗ്രൂപ്പ് നമ്പർ ഓഫ് വനേഡിയം എത്രയാണ്? 5. വനേഡിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 5. As the oxidation number of a metal increases, ionic character decreases. അത് നിങ്ങൾക്കറിയാം, ഫജാൻസ് റൂൾ വെച്ച് ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ അയണിക് ക്യാരക്ടർ കുറയും, കോവലന്റ് ക്യാരക്ടർ കൂടും. In case of manganese, Mn2O7 is a covalent green oil. Even CrO3 and V2O5 have low melting points. In these higher oxides, acidic character is predominant. Oxidation state കൂടുമ്പോൾ acidic character കൂടുന്നു, ionic character കുറയുന്നു, acidic character കൂടുന്നു. Okay. Mn2O7 gives HMNO4, CrO3 gives H2CrO4, H2Cr2O7. ഈ ആസിഡ്സ് ഒക്കെ തരും അവർ, ബിക്കോസ് ദേ ആർ acidic in nature. V2O5 is amphoteric, though mainly acidic. Amphoteric ആണ്, പക്ഷെ കൂടുതൽ acidic character ആണ് അതിനുള്ളത്. Okay, and it gives VO4 3- as well as VO2+ salts. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മക്കളെ. In vanadium there is a gradual change from basic V2O3. V2O3 basic ആണ്, V2O4 ലെസ് ബേസിക് ആണ്, V2O5 ആംഫോട്ടറിക് ആണ്. V2O5 ആംഫോട്ടറിക്, V2O4 ലെസ് ബേസിക്, V2O3 ബേസിക്. അതേപോലെ ക്രോമിയത്തിന് CrO is basic but Cr2O3 is amphoteric.
ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ, എല്ലാവരും നോക്കിക്കേ. Mn2O7 CrO3 അസിഡിക്, V2O3 V2O4 CrO ബേസിക്, V2O5 Cr2O3 ആംഫോട്ടറിക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമോ? വന്നിട്ടുണ്ടല്ലോ. ഇതേ നോക്കിയേ, ദ നേച്ചർ ഓഫ് ഓക്സൈഡ്സ് V2O3 ആൻഡ് CrO ആർ. V2O3 എന്താ മക്കളെ? V2O3 ബേസിക്, CrOയും ബേസിക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് വന്നത്? 2021. സോ ബോത്ത് ആർ ബേസിക്. കണ്ട, വിത്തിൻ 1 സെക്കൻഡ് ആൻസർ കിട്ടും. ഓക്കെ മക്കളെ, ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടല്ലേ? ഇതൊക്കെ ഓർത്തിരുന്നേ പറ്റൂ. നമുക്കൊരു 2-3 മാസത്തേക്ക് ഓർത്തിരുന്നാൽ പോരെ, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഓർത്തിരുന്നാൽ പോരെ. അത് കഴിഞ്ഞ് നിങ്ങൾ മറന്നോളൂ. ഇപ്പോൾ ഓർത്തിരിക്കുക, അതിനൊരു എവറി 2 days ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ തലയിൽ കയറും, അത് കെയറായിക്കൊന്നുമില്ല. ഓക്കെ, ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ. നെക്സ്റ്റ് നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിലേക്ക് കയറാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ക്രോമൈറ്റ്, ഇതാണ് ക്രോമൈറ്റ് ഓർ FeCr2O4 ട്രീറ്റഡ് വിത്ത് സോഡിയം കാർബണേറ്റ്. നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടും, സോഡിയം ക്രോമേറ്റ് Na2CrO4. ഈ Na2CrO4 അസിഡിക് മീഡിയത്തിൽ ഇടുമ്പോൾ നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. ഈ സോഡിയം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇസ് ലെസ് soluble than Na2CrO4. സോറി, Na2Cr2O7. അതുകൊണ്ടാണ് Na2Cr2O7 ഉള്ള ഒരു കണ്ടെയ്നറിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഇടുമ്പോൾ, നിങ്ങൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, ഇപ്പോൾ Na2Cr2O7 ഉള്ള ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. അതിലുള്ള അയോൺസ് ഏതൊക്കെയായിരിക്കും? Na+, Cr2O7 2-. ഇതിലേക്ക് ഞാൻ പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ K+, Cl- ഉണ്ട്. ഈ K+ Cr2O7 ആയിട്ട് കമ്പൈൻ ചെയ്യും. കാര്യം എന്താ? K2Cr2O7ൻ്റെ സോലിബിലിറ്റി കുറവാണ്. അപ്പോൾ അത് പെട്ടെന്ന് കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ആവും. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. അപ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് സോല്യൂബിൾ ആണ്, അത് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ K+ അയോൺസ് ഡൈക്രോമേറ്റ് അയോൺസ് ആയിട്ട് കമ്പൈൻ ചെയ്യും. കാര്യം അവരുടെ സോലിബിലിറ്റി കുറവാണ്. അവർ പെട്ടെന്ന് കമ്പൈൻ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റ് വാരി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. സോ ബേസിക്കലി വേറൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. സോഡിയം ഡൈക്രോമേറ്റ് ഇസ് ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ. Sodium dichromate is hygroscopic. It absorbs moisture. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാം ഡൈക്രോമേറ്റ് അയോൺ ഇസ് ഹൈലി ഓക്സിഡൈസിങ് ഇൻ നേച്ചർ. ഇതിൻ്റെ ഓക്സിഡൈസിങ് ക്യാരക്ടേഴ്സ് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SO2നെ ഓക്സിഡൈസ് ചെയ്ത് SO4 ആക്കാം, സൾഫൈഡിനെ സൾഫർ ആക്കാം, സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കാം, നൈട്രൈറ്റിനെ NO2- നൈട്രേറ്റ് ആക്കാം, I- അയോഡൈഡിനെ I2 ആക്കാം, അതേപോലെ Br- Br2 ആക്കാം, തയോസൾഫേറ്റിനെ സൾഫേറ്റ് ആക്കാം, ആൽക്കഹോളിനെ ആസിഡ് ആക്കാം, SN2+നെ SN4+ ആക്കാം, Fe2+നെ Fe3+ ആക്കാം. ഇതിലൊക്കെ ഈവൻ സ്വയം റെഡ്യൂസ് ആയിട്ട് Cr3+ ആവും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സ്വയം റെഡ്യൂസ് ആവും അസിഡിക് മീഡിയത്തിൽ, Cr3+ ആവും. എന്നിട്ട് ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്യും. സ്ട്രക്ചർ അറിയാലോ ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് Cr ഡബിൾ ബോണ്ട് O O-, O, Cr ഡബിൾ ബോണ്ട് O O-. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ക്രോമേറ്റിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. ക്രോമേറ്റിൻ്റെ സ്ട്രക്ചർ, ഡൈക്രോമേറ്റ് ഇതാണ്. ക്രോമേറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് Cr ഡബിൾ ബോണ്ട് O O-. ഇതാണ് ക്രോമേറ്റ്. CrO4 2-. ഓക്കെ, ക്രോമേറ്റ് ഇത്, ഡൈക്രോമേറ്റ് ഇത്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ക്രോമേറ്റ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിലാണ്. ദിസ് ഇസ് ടെട്രാഹെഡ്രൽ. ദിസ് ഇസ് ടെട്രാഹെഡ്രൽ. ഓക്കെ, ഇവിടെയും ക്രോമിയം 2 ഉണ്ട്. പക്ഷേ അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു ബോണ്ടിങ് ഉണ്ട് ഇവിടെ, ഈ ഒരു ബോണ്ടിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഡൈക്രോമേറ്റിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഫൈൻ. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NCERTയിലുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്. MnO2ൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെങ്കിൽ MnO2ൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു, ട്രീറ്റഡ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, K2MnO4 ഫോം ചെയ്യുന്നു ഇവിടെ.
ഓക്കെ K2MnO4 KMnO4 അല്ല K2MnO4 എന്ന് പറയുമ്പോൾ മാംഗനേറ്റ് അയോൺ. ഈ മാംഗനേറ്റ് അയോൺ H+ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പെർമാംഗനേറ്റ് കിട്ടുന്നു. മാംഗനേറ്റിനെ ആസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പെർമാംഗനേറ്റ് കിട്ടുന്നു. ഗോട്ട് ഇറ്റ്? മാംഗനേറ്റിൻ്റെയും പെർമാംഗനേറ്റിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾക്കറിയാലോ. മാംഗനേറ്റ് എന്നാൽ ഇതാണ്, പെർമാംഗനേറ്റ് എന്നാൽ ഇതാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മാംഗനേറ്റിൽ മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, പെർമാംഗനേറ്റിൽ +7 ആണ്. മാംഗനേറ്റ് ഗ്രീൻ ആണ്, പെർമാംഗനേറ്റ് പേർപ്പിൾ ആണ്. രണ്ടുപേരും ടെട്രാഹിഡ്രൽ ആണ്. മാംഗനേറ്റ് പാരാമാഗ്നറ്റിക് ആണ്, കാര്യം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. പെർമാംഗനേറ്റ് ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഇത് രണ്ടും മനസ്സിലാക്കണം. അതേപോലെ രണ്ടിലും p-pi d-pi ബോണ്ടിങ് ഉണ്ട്. ഓക്സിജന്റെ p ഓർബിറ്റലും മാംഗനീസിന്റെ d ഓർബിറ്റലും തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. p-pi d-pi ബോണ്ടിങ് എന്താണെന്ന് അറിയാലോ. when a p orbital forms a pi bond with a d orbital, മാംഗനീസിന്റെ d ഓർബിറ്റലും ഓക്സിജന്റെ p ഓർബിറ്റലും തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഡേറ്റ നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം പെർമാംഗനേറ്റ് ഇസ് ഓൾസോ വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അസിഡിക് മീഡിയത്തിൽ ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു Mn2+. അതിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് ഓക്സിഡൈസ് വേരിയസ് കോമ്പോണൻസ്? ഫോർ എക്സാമ്പിൾ ഓക്സലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നു, സൾഫർ ഡൈ ഓക്സൈഡിനെ SO4 ആക്കുന്നു, സൾഫൈഡിനെ സൾഫർ ആക്കുന്നു, തയോസൾഫൈഡിനെ സൾഫേറ്റ് ആക്കുന്നു, നൈട്രൈഡിനെ നൈട്രേറ്റ്, I- I2 ആക്കുന്നു, Br- Br2 ആക്കുന്നു, Cl- Cl2 ആക്കുന്നു. ഈ ഒരു പോയിന്റ് കണ്ടോ? ഈ ഒരു പോയിന്റ് കാരണമാണ് KMnO4 ടൈട്രേഷൻസിൽ HCl യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ KMnO4 ടൈട്രേഷൻസ് കണ്ടില്ലേ, റിഡോക്സ് ടൈട്രേഷൻ ഇൻ ആൻ അസിഡിക് മീഡിയം. KMnO4 വേഴ്സസ് FeSO4 ഇൻ അസിഡിക് മീഡിയം. ഈ അസിഡിക് മീഡിയത്തിൽ HCl യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താ? KMnO4 പോയിട്ട് Cl- ആയിട്ട് റിയാക്ട് ചെയ്യും. നമുക്ക് ടൈട്രേഷനിൽ KMnO4 എന്ന ഓക്സിഡൈസിങ് ഏജന്റ് ഇപ്പൊ FeSO4 എന്ന റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് Cl- കയറി വരും. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും KMnO4 ടൈട്രേഷൻസിൽ H2SO4 ആണ് യൂസ് ചെയ്യുക, HCl യൂസ് ചെയ്യാൻ പാടില്ല. H2SO4 ആണ് യൂസ് ചെയ്യുക, HCl യൂസ് ചെയ്യാൻ പാടില്ല. ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KMnO4 ടൈട്രേഷൻസിൽ HCl യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് KMnO4 റിയാക്ട്സ് വിത്ത് Cl-. KMnO4 ഓക്സിഡൈസിങ് ഏജന്റ്, അത് വേറെ ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റ് നമ്മൾക്ക് വേണ്ട. ഇപ്പൊ FeSO4 ഓക്സലേറ്റ് അയോൺസോ അവരായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് Cl- ആയിട്ടല്ല. HCl അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യാൻ വന്ന ആളാ, അവൻ കയറി റിയാക്ട് ചെയ്താൽ റിയാക്ഷൻ കുളവാവും. ഓക്കെ, അപ്പൊ MnO4 പെർമാംഗനേറ്റ് ഇൻ ബേസിക് മീഡിയം ഗെറ്റ്സ് കൺവേർട്ടഡ് ടു മാംഗനേറ്റ്. ഓക്കെ, അതേപോലെ തന്നെ മാംഗനേറ്റ് ഇൻ അസിഡിക് മീഡിയം ഗെറ്റ്സ് കൺവേർട്ടഡ് ടു പെർമാംഗനേറ്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പെർമാംഗനേറ്റ് ഇൻ ന്യൂട്രൽ മീഡിയം ഗെറ്റ്സ് കൺവേർട്ടഡ് ടു MnO2. ന്യൂട്രൽ മീഡിയത്തിലാണെങ്കിൽ MnO4- ഗെറ്റ്സ് കൺവേർട്ടഡ് ടു MnO2. ഇതും നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നിങ്ങളുടെ NCERTയിലുള്ള കുറച്ച് റിയാക്ഷൻസ് ഉണ്ട് വേർ MnO4- ഇസ് ടേക്കൺ ഇൻ എൻ ന്യൂട്രൽ ഓർ ഫെയിൻറ്റ്ലി ആൽക്കലൈൻ മീഡിയം. ന്യൂട്രൽ ഓർ ഫെയിൻറ്റ്ലി ആൽക്കലൈൻ മീഡിയത്തിൽ I- അയോഡേറ്റ് ആക്കും, തയോസൾഫേറ്റിനെ സൾഫേറ്റ് ആക്കും, അതേപോലെ Mn2+ MnO2 ആക്കും. ഇത് ഓർത്ത് വയ്ക്കുക. അസിഡിക് മീഡിയം ആണെങ്കിൽ I- I2 ആക്കും. പക്ഷേ ഇവിടെ ന്യൂട്രൽ മീഡിയത്തിൽ I- IO3- ആണ് ആക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, MnO4-. എന്നിട്ട് സ്വയം MnO2 ആയിട്ട് മാറും, സ്വയം അത് MnO2 ആയിട്ട് മാറും. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും നോക്കിക്കേ. Aqueous solution of K2Cr2O7 is preferred as primary standard in volumetric analysis over Na2Cr2O7. Is it a true statement? നോക്കാം. Second statement, K2Cr2O7 has higher solubility in water than Na2Cr2O7. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഫോൾസ് ആണെന്നറിയാം. K2Cr2O7 has lower solubility. നമ്മൾ നേരത്തെ കണ്ടതാണ്, അതുകൊണ്ടാണ് അത് precipitate ആവുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് is a true statement. K2Cr2O7 is preferred over Na2Cr2O7. കാര്യം എന്താണെന്നറിയോ? ഈ K2Cr2O7 പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ ടൈട്രേഷൻ ചെയ്യുമ്പോൾ
നമ്മൾ ബ്യൂററ്റിൽ ഒഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ KMnO4ന്റെ ഒരു നോൺ കോൺസെൻട്രേഷൻ നമുക്ക് എടുക്കണം. നമ്മളൊരു അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ഒരു നോൺ കോൺസെൻട്രേഷൻ ഓഫ് KMnO4 യൂസ് ചെയ്യണം. K2Cr2O7. അപ്പോൾ ഈ നോൺ കോൺസെൻട്രേഷൻ ഓഫ് K2Cr2O7 പ്രിപ്പയർ ചെയ്യാൻ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു X grams K2Cr2O7 യൂസ് ചെയ്യും. ആ X ഗ്രാംസിലേക്ക് ഒരു 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്യും. എന്നിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. ഇതാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു മോൾസ് പെർ ലിറ്റർ, ദിസ് മെനി മോൾസ് പെർ ലിറ്റർ കോൺസെൻട്രേഷൻ കിട്ടും. പക്ഷെ Na2Cr2O7 യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ Na2Cr2O7 ഹൈഗ്രോസ്കോപ്പിക് ആണ്. നമ്മൾ X grams Na2Cr2O7 യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വെള്ളവും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം, അതായത് നമ്മൾക്ക് X grams Na2Cr2O7 എന്ന് പറയുമ്പോൾ അതിൽ 100% Na2Cr2O7 അല്ല, അതിൽ വെള്ളത്തിൻ്റെ മാസവും ഉണ്ട്. അപ്പം നമ്മൾ കോൺസെൻട്രേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വി ആർ എക്സ്പെക്ടിങ് X grams ഓഫ് പ്യുവർ Na2Cr2O7, ബട്ട് ഇറ്റ് ഇസ് നോട്ട് പ്യുവർ. പക്ഷെ K2Cr2O7 പ്യുവർ ആണ്, ഇറ്റ് ഇസ് നോട്ട് ഹൈഗ്രോസ്കോപ്പിക്. അതുകൊണ്ട് നമ്മൾ X grams K2Cr2O7 എടുക്കുകയാണെങ്കിൽ നമുക്ക് X grams പ്യുവർലി K2Cr2O7 തന്നെയായിരിക്കും അത്. Got it? So basically that is a true. First statement is true, second statement is false. Okay ആണോ മക്കളെ? സെറ്റ് ആണോ മക്കളെ? Got it? ഇനി എല്ലാവരും നോക്കിക്കേ. ഇത് നോക്കുക. JEE മെയിൻ 2019 ക്വസ്റ്റ്യൻ ആണ്. A പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് O2 giving you 2B green. അത് കഴിഞ്ഞ് B റിയാക്ടിങ് വിത്ത് HCl to give you 2C purple and MnO2 plus H2. അത് കഴിഞ്ഞ് 2C plus Ki giving you A plus KOH plus D. ഇത് ബേസിക്കലി എന്താണ് മക്കളെ? KMnO4ന്റെ പ്രിപ്പറേഷൻ റിയാക്ഷൻ അല്ലേ? KMnO4ന്റെ പ്രിപ്പറേഷൻ റിയാക്ഷൻ അല്ലേ മക്കളെ? A എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്നത് MnO2 ആണ് അല്ലേ? A എന്ന് പറയുന്നത് MnO2 ആണ്. B എന്താണ്? മാംഗനേറ്റ് അയോൺ. B എന്താണ്? മാംഗനേറ്റ് അയോൺ. ആ B HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർമാംഗനേറ്റ് കിട്ടും. C എന്ന് പറയുന്നത് പെർമാംഗനേറ്റ് ആണ്. ആ പെർമാംഗനേറ്റ് പൊട്ടാസ്യം അയഡൈഡ് ഇൻ ന്യൂട്രൽ മീഡിയം ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അയോഡേറ്റ് കിട്ടും. അപ്പോൾ D എന്ന് പറയുന്നത് അയോഡേറ്റ് ആണ്. D എന്ന് പറയുന്നത് അയോഡേറ്റ് ആണ്. സോ C വിൽ ബി ദി ആൻസർ അല്ലേ? ദിസ് ഇസ് പ്രിപ്പറേഷൻ. ഈ രണ്ടെണ്ണം പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ റിയാക്ഷൻസ് ആണ് ഈ രണ്ടെണ്ണം. അവസാനത്തത് റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിത്ത് അയോഡൈഡ് ഇൻ ന്യൂട്രൽ മീഡിയം. ഓക്കെ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് 2020 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. മാംഗനേറ്റ് ആൻഡ് പെർമാംഗനേറ്റ് അയോൺസ് ആർ പാരാമാഗ്നറ്റിക്. അവിടെ തന്നെ തെറ്റി. മാംഗനേറ്റ് ഇസ് പാരാമാഗ്നറ്റിക്, പെർമാംഗനേറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. സോ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് A. Got it? Okay. Next, in the structure of dichromate ion there is in the structure of dichromate ion the structure basically നമുക്കറിയാലോ ആ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഒരു നോൺ ലീനിയർ സ്ട്രക്ചർ പക്ഷെ സിമെട്രിക്കൽ. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ സ്ട്രക്ചർ ബട്ട് സിമെട്രിക്കൽ. നോൺ ലീനിയർ ബട്ട് സിമെട്രിക്കൽ. B will be the answer. Non-linear but symmetrical, CR bond. Finally നമുക്ക് ലാന്തനോയിഡ്സ് ആക്ടനോയിഡ്സിലേക്ക് കയറാം. ലാസ്റ്റ് ഭാഗമാണ്. എല്ലാവർക്കും അറിയാം ലാന്തനോയിഡ്സിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ 4F1 to 14, 5D 0 to 1, 6S2 ആണ്. ഗഡോലീനിയം കോൺഫിഗറേഷൻ ഓർത്തിരിക്കുക, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. 4F7, 5D1, 6S2. Atomic and ionic sizes decreases from lanthanum to lutetium. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം ലാന്തനം ടു ലുട്ടീറ്റിയം കുറയും. EU ഇസ് ദ ലാർജസ്റ്റ്. യൂറോപ്യമാണ് ഏറ്റവും ഹയസ്റ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാര്യം ഇടയ്ക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇടയ്ക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഡിക്രീസ് അല്ല, ഇടയ്ക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ലാന്തനത്തിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. മോസ്റ്റ് സ്റ്റേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. സം എലമെന്റ്സ് എക്സിബിറ്റ് +2 and +4. General characteristics അറിയാം. സിൽവറി വൈറ്റ് സോഫ്റ്റ് മെറ്റൽസ് tarnish rapidly. Hardness increases with increasing atomic number. Metallic structure and good conductors of heat and electricity. Variable density. Trivalent lanthanoids are colored. Trivalent lanthanoids are colored. എല്ലാവരും അല്ല, സാർ പറഞ്ഞുതരാം. എല്ലാവരും അല്ല, generally they are colored. Okay. Low third ionization enthalpy. കാര്യം
they have low third ionization enthalpy. First ionization enthalpy, second ionization enthalpy, third ionization enthalpy is generally low. Okay, they are good reducing agents. Okay, they are good reducing agents, please understand that. അതേപോലെ മിസ്റ്റ് മെറ്റൽ എന്താണെന്ന് അറിയാം. ഇറ്റ്സ് എൻ അലോയ് ഓഫ് ലാന്തനം, അയൺ, സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം എക്സെട്ര. ഇത് നിങ്ങളുടെ NCERT-യിലുള്ള സംഭവമാണ്. ഇനി സാർ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ടേബിൾ ഉണ്ടല്ലോ സാർ, ഇത്രയും പോയിന്റ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഈ ടേബിൾ അറിഞ്ഞിരിക്കുക. ലാന്തനോയിഡ്സിൻ്റെ ഈ ടേബിൾ വിത്ത് ദ നെയിംസ്, വിത്ത് ദ കോൺഫിഗറേഷൻസ് അറിഞ്ഞിരിക്കുക. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ln2+, Ln3+, Ln4+ കാണിക്കുന്ന 4 എണ്ണമേ ഉള്ളൂ. Ln4+ കാണിക്കുന്ന ലാന്തനംസ് ഏതൊക്കെയാണ്? സീറിയം, പ്രസൈഡിയം, നിയോഡീമിയം, അതേപോലെ തന്നെ ടെർബിയം, അതേപോലെ തന്നെ ഡിസ്പ്രോസിയം. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിരുന്നു. ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓർത്ത് വയ്ക്കുക. എസ്പെഷ്യലി ഞാൻ പറഞ്ഞുതരാം, ലാന്തനത്തിൻ്റെയും സീറിയത്തിൻ്റെയും യൂറോപ്യത്തിൻ്റെയും ഗഡോലീനിയത്തിൻ്റെയും ടെർബിയത്തിൻ്റെയും ലുട്ടീറ്റിയത്തിൻ്റെയും എന്തായാലും ഓർത്ത് വയ്ക്കുക. എല്ലാം ഓർത്ത് വെച്ചാൽ അത്രയും നല്ലത്. എല്ലാം ഓർത്ത് വെച്ചാൽ അത്രയും നല്ലത്. ലാന്തനത്തിൻ്റെ റിയാക്ഷൻസ് അറിയാലോ. ദീസ് ആർ ദ റിയാക്ഷൻസ്. ഓക്കെ, ജനറലി അവരുടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആസിഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഹൈഡ്രജൻ പുറത്തേക്ക് വിടാൻ പറ്റും, ലൈക്ക് എനി അതർ മെറ്റൽ. ഹാലജൻസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ട്രൈ ഹാലൈഡ്സ്, കാര്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ട്രൈ ഹൈഡ്രോക്സൈഡ്സ്, LNOs ത്രൈസ്, കാര്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്, ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കാർബൺ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൈഡ്സ് ഫോം ചെയ്യും. നൈട്രജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് LN ഫോം ചെയ്യും. ഓക്കെ, നൈട്രൈഡ് N3- ആണ്, Ln3+ ആണ്. ഇവിടെ Ln സൾഫൈഡ്സ് ഫോം ചെയ്യും, Ln2S3. ഓക്കെ, ഓക്സൈഡ്സ് ഫോം ചെയ്യും, Ln2O3, ബിക്കോസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പോൾ Al2O3 പോലെ, Cr2O3 പോലെ Ln2O3 ഫോം ചെയ്യും. Got it, my dear students? Fine. എല്ലാവരും നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പെയർ ഓഫ് ലാന്തനൈഡ്സ് ഇൻ വിച്ച് ബോത്ത് എലമെന്റ്സ് ഹാവ് ഹൈ തേർഡ് അയണൈസേഷൻ എനർജി. കണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചോദിക്കും സോറി ഇത് എവിടെ നിന്നാ? തേർഡ് അയണൈസേഷൻ എനർജി ഹൈ ആവണമെങ്കിൽ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. യൂറോപ്യത്തിൻ്റെ നോക്കുക മക്കളെ, യൂറോപ്യത്തിൻ്റെ കോൺഫിഗറേഷൻ നോക്കുക. തേർഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ 2 എണ്ണം റിമൂവ് ചെയ്തപ്പോൾ 4f7 കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ്. അപ്പോൾ തേർഡ് വൺ ഡെഫിനറ്റ്ലി വിൽ ബി ഹയർ. അതേപോലെ തന്നെ ടെർബിയം നോക്കുക, 2 എണ്ണം റിമൂവ് ചെയ്തപ്പോൾ ടെർബിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഇതാണ്, 6s2 4f14. 2 എണ്ണം റിമൂവ് ചെയ്തപ്പോൾ 4f14. തേർഡ് വൺ വിൽ ബി ഡെഫിനറ്റ്ലി ഹയർ. സോ യൂറോപ്യം ആൻഡ് ടെർബിയം, സി ആണ് ആൻസർ വരിക. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അമോങ് 1 to 3 ഇസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, W6 is more stable than Cr6. ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ടങ്സ്റ്റന്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് is more stable than chromium. As you go down in D block, higher oxidation state is more stable. In the presence of HCl, permanganate titrations provide satisfactory result. That is false. This is false. This is true. Some lanthanoid oxides can be used as phosphors. Phosphors nu vecha phosphorescent. Uses of lanthanoids ilundu. Ningal NCERT-ilundu. Uses of lanthanoids and actinoids എന്ന് പറഞ്ഞ സെക്ഷനിലുണ്ട്. അത് കറക്റ്റ് ആണ്. ദിസ് ഇസ് ട്രൂ. ഓക്കെ, സോ ബേസിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓൺലി 2. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൺലി 2. ഓക്കെ മക്കളെ, ഫൈൻ. നെക്സ്റ്റ്, knowing that the chemistry of lanthanoids is dominated by its +3 oxidation state, which of the following statement is incorrect? ഏതാണ് incorrect? The ionic sizes of Ln3 decrease in general with increasing atomic number. നമുക്കറിയാം Ln3+ ന്റെ സൈസ് decreases because of lanthanoid contraction. In general ആണ് പറയുന്നത്, exceptions ഉണ്ട്. Ln3 compounds are generally colorless. No, they are generally colored. Sir, ഇവിടെ NCERT-ലെ ഒരു ലൈൻ ഉണ്ട്, എല്ലാവരും നോക്കിക്കേ. La3+ nor Lu3+ ion show any color. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ എഴുതി തരാം, La3+, Lu3+, Gd3+ ആൻഡ് Ce3+. ഇവന്മാരാണ് കളർലെസ്
ഇവന്മാരാണ് കളർലെസ്, ബാക്കിയുള്ള ലാന്തനോയിഡ്സ് കളേർഡ് ആണ്. സോ ബേസിക്കലി ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. ബാക്കി രണ്ടെണ്ണം കറക്റ്റാണ് മക്കളെ. Ln3 hydroxides are mainly basic, അത് കറക്റ്റാ. Ln3 ions in bonding is predominantly ionic in character. അല്ല മെറ്റാലിക് അല്ലേ, അപ്പോൾ അയണിക് ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the effect of lanthanoid contraction in the lanthanoid series of elements by and large means. Lanthanoid contraction എന്ന് വെച്ചാൽ എന്താ? Decrease in atomic radii and decrease in ionic radii. Decrease in atomic radii and decrease in ionic radii. C will be the answer. Okay മക്കളെ. Next question, JEE 2019 question. The lanthanide ion that show color. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളർലെസ് ആരൊക്കെയാ? GD3+, CE3+, Ln3+, Lu3+. ഇവന്മാർ മൂന്ന് പേരും കളേർഡാ, സോറി കളർലെസ്സാ. ഇവനാണ് കളേർഡ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാ. ഇതിന് അഗെയിൻ NCERT ഒരു ടേബിൾ ഉണ്ട്, 8.11 ആക്ടിനോയിഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതിൽ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആരൊക്കെയാണ് കാണിക്കുന്നത്? നെപ്റ്റൂണിയവും പ്ലൂട്ടോണിയവും, ഈ രണ്ടെണ്ണമാണ് കാണിക്കുന്നത് അല്ലേ. NPയും PU, NPയും PUമാണ് കാണിക്കുന്നത്. സോ ബേസിക്കലി ദീസ് ടു. സാർ ഇത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും എക്സ്പ്ലനേഷൻ വേണ്ട. ഈ ടേബിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത്. ദീസ് ആർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ്ലി ആ ടേബിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 5 സെക്കൻഡിനുള്ളിൽ 2 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഇത് ഡിവോട്ട് ചെയ്ത് നിങ്ങൾ ടഫ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ, ഞാനൊരു കെമിസ്ട്രി ടീച്ചർ, ഐ നോ മാത്സ് ഇസ് ലോങ്, യു ഹാവ് ടു ഡിവോട്ട് ടൈം ഓവർ ദർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മെമ്മറി ബേസ്, നിങ്ങൾക്ക് മാർക്കും കിട്ടും ടൈമും കിട്ടും. വിടുന്നില്ല നിങ്ങളിത്, ഇത് ഓർത്ത് വെക്കുകയാണെങ്കിൽ. പലരും ആലോചിക്കുന്നുണ്ട്, സാർ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. മക്കൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, നമ്മൾ സ്മാർട്ട്നെസ് കാണിച്ചിട്ട് കാര്യമില്ല. ഞാനും അങ്ങനെയായിരുന്നു 2010. ഈ പറഞ്ഞ IIT ബിറ്റ്സിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യു ഹാവ് ടു ബി സ്മാർട്ട്. സ്മാർട്ട് വർക്ക് വേണം, നമുക്ക് മാർക്കാണ് വേണ്ടത്. അല്ലാണ്ട് ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തവനല്ല സെലക്ഷൻ കിട്ടുന്നത്. വി നീഡ് ദ മാർക്സ് ടു ഗെറ്റ് ഇൻ ടു ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് യുറേനിയം ആൻഡ് പ്ലൂട്ടോണിയം റെസ്പെക്റ്റീവ്ലി ആർ. അഗെയിൻ സെയിം ടേബിളിൽ നിന്ന് തന്നെ യുറേനിയം പ്ലൂട്ടോണിയം, യുറേനിയം പ്ലൂട്ടോണിയം, യുറേനിയത്തിൻ്റെ 6, പ്ലൂട്ടോണിയത്തിൻ്റെ 7. 6 and 7 are the answers. 6 and 7 are the answers. Okay, got it? So ഞാനിവിടെ നിർത്തുകയാണ് മക്കളെ. ദാറ്റ്സ് ഇറ്റ്, നമുക്കിവിടെ നിർത്താം. ടൈം ഇത്രയും ഓൾമോസ്റ്റ് 2 hours ആയി. ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ മക്കളെ, ഞാനിത് ഈ സെഷൻ ഇത്രയും ഞാൻ NCERT എടുത്ത് സ്നിപ്പറ്റ്സ് എടുത്ത് കാണിക്കാൻ കാര്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനാണ്. ദാറ്റ് ലൈൻ ബൈ ലൈൻ ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്, ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ്. ലൈൻ ബൈ ലൈൻ എല്ലാം NCERT നിന്നാണ് വരുന്നത്. JEE മെയിൻസിൻ്റെ കാര്യമാണ് സാർ പറയുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് NCERT ലൈൻ ബൈ ലൈൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ മടിയാണ്, ഈ ക്ലാസ് ഇരുന്ന് കണ്ടോ, അത്രയും കാര്യങ്ങൾ സാർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. വായിക്കാൻ മടിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, പക്ഷേ വിട്ട് കളയരുത്, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഓക്കെ മക്കളെ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടിവേഷൻ. അതായിരിക്കണം നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്, അതായിരിക്കണം നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, അതായിരിക്കണം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ലക്ഷ്യമില്ല എന്ന് വിചാരിക്കരുത്, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത്, ഇതിനാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഫൈൻ. സത്യം പറയാലോ, കെമിസ്ട്രിയിൽ പ്രാവീണ്യം നേടാനല്ലല്ലോ നിങ്ങളിത് ചെയ്യുന്നത്. ഞാൻ ഓപ്പണായിട്ട് പറയാം. ഇപ്പോൾ D ബ്ലോക്ക് എലമെൻസിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾ കെമിസ്ട്രിയിൽ വലിയ ആളൊന്നും ആവില്ല. ഇത് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ്, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും ഒരു ഹാർട്ടോ ഒരു തംസപ്പ് ഇട്ടേടാ മക്കളെ. എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
Till then, bye bye.